हरे कृष्णा सर्वम कृष्णार्पणमस्तु. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപരേഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പ്രഭാത മഞ്ജരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 11 മണിക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു, നടന്നില്ല. ഇതെപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ, നമ്മളൊരു സമയം നിശ്ചയിക്കും, ഭഗവാൻ മറ്റൊരു സമയം കണ്ടെത്തും. എവിടെ പോയി? എന്താണ് വിശേഷം എല്ലാവരുടെയും? കണ്ണനും സുജുവും ഒക്കെ എത്തിയല്ലോ. സുജുവിൻ്റെ നാട്ടിൽ കുവൈത്തിൽ ഇതാണല്ലോ അല്ലേ, എന്താ അതിൻ്റെ പേര്, റംസാനാണല്ലോ അല്ലേ ഇന്ന് മുതൽ. ഇന്ന് നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരം അണിഞ്ഞിരിക്കുന്നത് അമീഷ ഷമീർ. അമീഷ ഷമീറിൻ്റെ പേരിലാണ് ഹാരം. അവർ ഫ്രൂട്ട്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് ഞാൻ വെച്ചിട്ടില്ല, വൈകുന്നേരം വെക്കാം. കാരണം രാവിലെ എനിക്ക് ഇന്നിപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കഴിയുമ്പം വൈകുന്നേരം വെക്കാം. വൈകിട്ട് അപ്പോൾ ഫ്രൂട്ട്സ് കാണാം കേട്ടോ. പാലും എണ്ണയൊക്കെ വെച്ചു. അപ്പം വൈകിട്ട് ഫ്രൂട്ട്സ് വെക്കാം. അവരുടെ പേരിലാണ് ഹാരം. കുറേ ദിവസമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. നല്ലൊരു നീണ്ട യാത്രയായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാത്ര. ഒരുപാട് സന്തോഷം മനസ്സിന്. കാരണം ഞാൻ ഈ ഒരു യാത്രയിൽ നിന്ന് മനസ്സിലാക്കിയത്, എപ്പോഴും നമുക്കൊരു എന്താ പറയുക, എല്ലാത്തിൽ നിന്നും ഒരു 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 മാറ്റം അത് വളരെ അനിവാര്യമാണ്. സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്ത് കാര്യമായാലും നമുക്ക് ബോറടിക്കും, യാതൊരു സംശയമില്ല. അത് ഭക്തിയിലായാലും നമുക്ക് വേണമെങ്കിൽ പറയാം, എനിക്കങ്ങനെ ഭക്തിയൊന്നും ബോറടിയല്ല, ഞാൻ ഭയങ്കരമായി ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ വെറും വാക്കുകളായിപ്പോവും. അവിടെ നല്ല മഴയാണല്ലേ, അപ്പോൾ സുജു വളരെയധികം ശ്രദ്ധിക്കുക, പനിയൊന്നും വരുത്താതിരിക്കുക. ഓക്കെ. പിന്നെ നാളെ അമ്മൂസേ എനിക്ക് പനിയാന്നും പറഞ്ഞ് മെസ്സേജ് ഒന്നും കാണരുത്. ഓക്കെ. ഇനി വേണുചേട്ടനെ കാണാൻ പോകേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും എന്താ പറയുക, വേണുചേട്ടനെ കാണാൻ ഞാൻ പട്ടാമ്പിയിലേക്ക് എത്തിയിരിക്കും വൈകാതെ. പിന്നെ വേണ്ട, കൂടുതൽ മാറേണ്ട ലില്ലി മാതാജി. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഞാനത് ശരിക്കും ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ബെറ്റർ അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരു മാറ്റം വേണം. അതിന് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഊട്ടിയോ കൊടൈക്കനാലോ അങ്ങനെയുള്ള മറ്റ് സ്ഥലങ്ങളൊന്നുമല്ല, ഗുരുവായൂർ അമ്പലനട തന്നെയാണ്. അവിടേക്ക് ഞാൻ എത്തിയപ്പം സത്യത്തിൽ ഞാൻ എല്ലാം മറന്നുപോയൊരു സമയമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിലെ എന്താ പറയുക, എൻ്റെ നാട്ടിലുള്ള അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കൂടിയത്. വിഷമിക്കേണ്ട ദീപ മാതാജി, ഇന്ന് വരെയുള്ള പെൻഡിങ് ആയ ഹാരങ്ങളെല്ലാം ഇനി വൈകുന്നേരങ്ങളിൽ ചാർത്തും. അതാത് ദിവസങ്ങളിൽ വരുന്നത് രാവിലെയും പെൻഡിങ് ആയിട്ടിരിക്കുന്നതൊക്കെ വൈകുന്നേരങ്ങളിലും വരും. ഓക്കെ. അപ്പം നമ്മുടെ അഡ്മിൻസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, ഇന്ന് നിങ്ങളുടെ ഹാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഒരു ഹാരവും വിട്ടുപോകില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു, പൊതുവേ ഞാനങ്ങനെ ഉത്സവങ്ങൾക്ക് അതിലൊന്നും ഞാൻ അങ്ങനെ പങ്കെടുക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ക്രൗഡുള്ളിടത്തേക്ക് പോകാമെന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഈ കല്യാണം, ഉത്സവം, എന്തോ എനിക്ക് അതിനോടൊരു വലിയ താല്പര്യമില്ല. മുൻപ് കുഞ്ഞുനാളിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അതിനോടൊരു വലിയ താല്പര്യമില്ലാതിരിക്കുകയായിരുന്നു. വളരെ അവിചാരിതമായിട്ടാണ് ഗുരുവായൂർ ഉത്സവം, ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ ഉത്സവം കൂടുന്നത്. എന്ത് പറയണമെന്നറിയില്ല, ഭയങ്കര രസമായിരുന്നു. ഞാൻ സത്യത്തിൽ ഇവിടുന്ന് പോകുമ്പോൾ ട്രൈപോഡും ദേവി ഭാഗവതവും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ എത്തിയിട്ട് എങ്ങനെ എനിക്ക് ക്ലാസ് എടുക്കാനുള്ളൊരു സമയം എന്ന് പറയുന്നത്, സമയത്തിൻ്റെ പരിമിതി എന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും സമയത്തിൻ്റെ പരിമിതി തന്നെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ വേറൊരു മൂഡിലായിപ്പോയി, അതാണ് കാര്യം. വേറൊരു മൈൻഡിലായിപ്പോയി ഞാൻ. ദിവ്യ പറയുന്നു തിരികെ പോരണ്ടായിരുന്നു എന്ന്. സത്യമായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക അവസ്ഥയായിപ്പോയി. ലിലി മാതാജി ഇന്ന് രാവിലെ വരെ പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിട്ടിരുന്നോളൂ. പിന്നെ ലിലി മാതാജിയെ കാണാൻ പറ്റി. പാവം അത് രാത്രി തലേന്ന് മുതൽ വന്ന് വെയിറ്റ് ചെയ്തു. ഞാൻ രാവിലെയാണ് എത്തിയത്. വന്ന വശം തന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി ഒരു നൈറ്റി എടുത്തിട്ട് ലിലി മാതാജിയെ കണ്ടു. അതും ഒരു സന്തോഷം. ത്രിവേണിയമ്മയെ കണ്ടു, ഉണ്ണികൃഷ്ണൻ പ്രഭുവിനെ കണ്ടു, കണ്ണനെ കണ്ടു, ജയാമ്മ അച്ഛനും നമ്മൾ ഒരുമിച്ച് എന്താ പറയുക പഴനി യാത്ര ചെയ്തു. ജയാമ്മയുടെ ബെറ്റർ അഡ്വൈസ്, ബിന്ദുമ്മ കുറേ ചേഞ്ചായി, അതെനിക്ക് അതിലേറെ സന്തോഷം. അമ്മ ഒരുപാട് ഇരുന്ന് അഡ്വൈസ് ചെയ്തു, അതിൽ കുറേ എന്താ പറയുക സന്തോഷം. പിന്നെ വേറെ ആരൊക്കെയോ കണ്ടു. മഞ്ജരീസിലുള്ള ഒത്തിരി 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 പേരെ ഞാൻ കണ്ടു, ഒരുപാട് പേരെ കണ്ടു. കൃഷ്ണനുണ്ണി അച്ഛനെ കണ്ടു. എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്തോഷം.
കുറേ പേരെ കാണാൻ പറ്റിയില്ല. മനഃപൂർവ്വമല്ല, കാരണം അവിടെ വന്ന് കണ്ടവർക്ക് അറിയായിരുന്നു അവസ്ഥ. കാരണം നമ്മൾ പോകുന്നത് എന്താ പറയുക, ഗുരുവായൂർ അമ്പലത്തിലെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയുമായിട്ടാണ് അന്നദാനം കൊടുക്കുക എന്ന് പറയുന്നത്. അന്നദാനം എന്ന് പറയുന്നത് എത്രയോ മണിക്കൂറുകൾ ലൈൻ നിൽക്കുന്നുണ്ടായിരുന്നു ഭക്തർ, അല്ലേ? അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ആ ഒരു കഞ്ഞി, പുഴുക്ക്, സദ്യ ഇതൊക്കെ കഴിക്കാൻ ഒത്തിരി ഭക്തർ ഇങ്ങനെ രാവിലെ മുതലേ ലൈൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അവരിൽ നിന്ന്, നിങ്ങൾ മുഖം ചുളിയാതെ വളരെ ശ്രദ്ധയോടുകൂടി അന്നം കൊടുക്കണം. ഈ അന്നദാനം കൊടുക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കരുത്. ഫോൺ എടുക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുക, ഇതൊന്നും ഇവിടെ പാടില്ല എന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ നല്ലൊരു ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ തന്നിരുന്നു. കാരണം ഭഗവാന്റെ അമ്പലനടയിൽ എല്ലാവരും തുല്യരാണ്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, പ്രിയപ്പെട്ടവർ വരുമ്പോൾ അവരുടെ പിന്നാലെ പോവുക, അതൊന്നും ചെയ്യരുത് എന്നുള്ള അത് നല്ലൊരു അഡ്വൈസ് തന്നെയായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ടീമിന്, ശ്വേത മാമിൻ്റെ ഞങ്ങളുടെ ടീമിന് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരുപാട് സന്തോഷം. ലാസ്റ്റ് മീറ്റിങ്ങിലും അത് ദേവസ്വം ബോർഡ് അധികൃതർ അത് പ്രത്യേകം പറഞ്ഞു, ഈ വർഷത്തെ അന്നദാനം കോൺട്രിബ്യൂഷൻ വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ് ചെയ്തെന്ന്. അതുകൊണ്ട് മഞ്ജരീസിൻ്റെ ഫോണൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. മെസ്സേജുകൾ നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ആയിരക്കണക്കിന് മെസ്സേജുകൾ വരുമ്പോൾ നമുക്കത് നോക്കിയിരിക്കാനുള്ള എന്താ പറയുക സമയം നമുക്ക് കിട്ടുന്നില്ല. കാരണം രാവിലെ ഞങ്ങൾക്കൊരു 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. 8 മണിക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 8 മണി, ചിലപ്പോൾ ഒരു 8:15, 8:30 ആയി പോകാറുണ്ട്, ക്ഷമിക്കണം. എന്നാലും പോകുന്ന സമയത്ത് ഒരു എന്താ പറയുക, പേജ് അങ്ങനെ കിടക്കരുതല്ലോ എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള സമയങ്ങളായിരുന്നു. പറ്റുന്ന വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ ഒരു 8:15, 8:30 മണിയാകുമ്പോഴേക്കും അന്നദാനം സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടേബിള് തലേ ദിവസം ഈ ചെയറൊക്കെ എടുത്ത് ഞങ്ങൾ താഴെ വെച്ചിട്ടാണ് പോകാറ്. ഒരു പന്തിയിൽ എനിക്ക് തോന്നുന്നു ഒരു 25,000 പേരെങ്കിലും ഒരേ സമയം ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ചെയറുകളെല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ചു വെച്ച് ആ ടേബിളെല്ലാം വീണ്ടും തുടച്ച് ഇലയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇലയെല്ലാം വെച്ച്, പിന്നെ ആ ഒരു പാത്രമുണ്ട്, ആ പാത്രം എല്ലാം വെച്ച് അതിൽ ഉപ്പ്, തേങ്ങ, ശർക്കര, പപ്പടം, പുഴുക്ക്, കഞ്ഞി ഇതെല്ലാം വിളമ്പി. കാരണം ചൂട് കഞ്ഞിയാണ്. അപ്പം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിലുപരി ഭഗവാന്റെ പ്രസാദമാണ്, അത് കളഞ്ഞു പോകരുത്, അങ്ങനെയും ശ്രദ്ധിക്കണം. അപ്പം നല്ല വെയിറ്റ് ഉണ്ടാവുമായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് തീരുന്നതിനനുസരിച്ച് അതെല്ലാം ഫില്ല് ചെയ്ത് എല്ലാം എടുത്ത് വെച്ച്, അതുപോലെ ദേവസ്വം ബോർഡിന്റെ പാത്രങ്ങൾ ഒപ്പിട്ട് വാങ്ങുമ്പോൾ ആ പാത്രങ്ങളൊന്നും എവിടെയും ക്രൗഡിനിടയിൽ മിസ്സാവാതെ സൂക്ഷിക്കണം. ആ തവി, പിന്നെ വാൽപാത്രം, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതൊക്കെ മിസ്സാവാതെ നോക്കണം. അങ്ങനെ നല്ലൊരു എന്താ പറയുക, നല്ല ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തിനു പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഭക്തരിൽ നിന്നും എനിക്ക് കുറച്ച് 1-2 പേരിൽ നിന്ന് എനിക്കൊരു കംപ്ലയിൻസ് വന്നു, മാതാജി ഞങ്ങൾ വന്നിട്ട് കണ്ടില്ല, അതുപോലെ നിങ്ങൾ ഫോട്ടോസൊക്കെ കുറെ പോസ്റ്റ് ചെയ്തു, അപ്പം നിങ്ങൾക്ക് എന്താണൊന്ന് ഫോൺ എടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഫോൺ കയ്യിലില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നു. അപ്പം നമ്മൾ ഒരിക്കലും ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യരുത്. നമ്മൾ ഒരാളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അവരവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഒരു 8-8:30 മണിക്ക് ഞങ്ങളിങ്ങനെ അന്നദാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 4-5 മണി വരെ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോവുക, കുറച്ച് വെള്ളം കുടിക്കുക, അതിനുള്ള സൗകര്യമേ കിട്ടുന്നുള്ളൂ. കാരണം ഭക്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പന്തി കഴിയും തോറും അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ വേണ്ടി ഓടിക്കേറുകയാണ് പന്തലിലേക്ക്. അങ്ങനെ എല്ലാവരും വന്നു. സന്തോഷത്തോടു കൂടി അന്നദാനം കൊടുക്കാൻ സാധിച്ചു. സദ്യയും ഉണ്ടായിരുന്നു ഒരു ദിവസം. അതിനിടയിൽ ഞങ്ങളും കുറേ കഴിച്ചു, ഭഗവാന്റെ പ്രസാദം ശരിക്ക് കഴിച്ചു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വളരെയധികം ക്ഷീണിക്കും, അല്ലേ? ഒരുപാട് ക്ഷീണിക്കും, നന്നായിട്ട് ക്ഷീണിക്കും. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളത് നിന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് എടുത്ത് നമ്മളത് ചെയ്യുമ്പോൾ, കാരണം അവിടെ കുക്ക് ചെയ്യുന്നവർ മുതൽ, പച്ചക്കറി കട്ട് ചെയ്യുന്നവർ മുതൽ, പാത്രം കഴുകുന്നവർ മുതൽ എല്ലാവരും, ഈവൻ ദേവസ്വം ബോർഡ് അധികൃതർ വരേക്കും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഒരു മുഖം ചുളിയാതെ എല്ലാവരും മൊബൈൽ ഫോൺസും കാര്യങ്ങളും എല്ലാം തൽക്കാലത്തേക്ക് മാത്രം ഒന്ന് ഫോട്ടോ എടുക്കുകയോ ഒന്ന് അത്യാവശ്യം വിളിക്കുകയോ ചെയ്തിട്ട് മാറ്റി വെച്ചുകൊണ്ട് ശരിക്കും ഭഗവാന്റെ ആ ഒരു സേവനം എല്ലാവരും ഹൃദയം കൊണ്ട് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു. അങ്ങനെ അതെല്ലാം ചെയ്ത് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒന്ന് ചെന്ന് എന്താ പറയുക, കുളിച്ച് ഫ്രഷായി ഒരു 2 മണിക്കൂർ ശരിക്കും ഒന്ന് റെസ്റ്റ് എടുക്കും. കാരണം റെസ്റ്റ് എടുക്കാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. റെസ്റ്റ് എടുത്ത് തിരിച്ച് എന്താ പറയുക, തിരിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിയുമ്പോൾ ഭഗവാനെ തൊഴുത്, ശരിക്കും മനസ്സുകൊണ്ട് ഭഗവാനെ തൊഴുത്, അപ്പോഴും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ലൈവ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകും.
ശരിക്കും ആ തിരുനടയിലിരുന്ന് ജപിച്ച് ഭഗവാന്റെ ഓരോരോ കാര്യങ്ങൾ, പള്ളിവേട്ട, ആറാട്ട്, അതുപോലെ പഞ്ചവാദ്യം, അങ്ങനെ ഭഗവാന്റെ എഴുന്നള്ളത്ത്, ശീവേലി, ഇതെല്ലാം തൊഴുത് മനസ്സ് നിറഞ്ഞ് ഭഗവാന്റെ അടപ്രഥമൻ പായസം, പാൽപായസം ഇതെല്ലാം കഴിച്ച് ആ ഒരു 10 ദിവസം എങ്ങനെ പോയി എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ ഒരു 10 ദിവസം ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ പഴുക്കാമണ്ഡപത്തിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറും നട തുറന്നിരിക്കുകയായിരുന്നു. നട അടക്കില്ല ആ സമയങ്ങളിൽ. അതൊക്കെ പുതിയ അറിവായിരുന്നു നമുക്ക്. അങ്ങനെ അവിടെ ചെന്ന് ഭഗവാന്റെ ദർശനം എടുക്കുന്നു. ആറാട്ട്, പള്ളിവേട്ട എന്ന് വേണ്ട ഒരുപാട് അവസരങ്ങൾ ഗുരുവായൂരപ്പൻ നമുക്ക് ഹൃദയം കൊണ്ട് തന്നെ തന്നു എന്നുള്ളതാണ്. കാരണം ഈ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാൻ അത്രയും അനുഗ്രഹിച്ച് തന്ന നീണ്ട 10 ദിവസങ്ങൾ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞിരുന്നു ഇനി എല്ലാം മറന്ന് ഭഗവാന്റെ തിരുനടയിൽ 10 ദിവസം എന്ന്. പക്ഷെ അത് ഇത്രയും ആയി തീരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതുപോലെ എല്ലാം മറന്ന് തന്നെ ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല സന്തോഷമുള്ള സമയങ്ങളായിരുന്നു. അങ്ങനെ ആ 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എല്ലാവരും കൂടെ എന്താ പറയുക, പഴനി യാത്ര ചെയ്തു. 10 ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പഴനിയിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് കൊച്ചിൻ വരെ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പഴനിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നേരെ പോകുന്നത് കോഴിക്കോട് ഒരു ക്ഷേത്രത്തിൽ എന്താ പറയുക പ്രഭാഷണം ഉണ്ടായിരുന്നു. അവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഞാൻ ലൈവ് ഇടാതിരുന്നത്. പ്രഭാഷണം കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് എറണാകുളം വന്നു എൻ്റെ ഒരു വർക്കിൻ്റെ കാര്യവുമായിട്ട്. അവിടുന്ന് തിരിച്ച് ഞാൻ ഇന്നലെയല്ല മെനയാന്ന് രാവിലെ ഇവിടെ ചെന്നൈയിലെത്തി. ഒരു 10-20 ദിവസം നമ്മൾ വീട് അടച്ചിട്ട് പോകുമ്പോഴും ഭഗവാന് പൂജയും കാര്യങ്ങളും എല്ലാം പെൻഡിങ് ആകുമ്പോഴും അതിൻ്റെതായ കുറേ ക്ലീനിങ്സ്, കാര്യങ്ങൾ, ഒരുക്കങ്ങൾ എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ അതെല്ലാം ചെയ്തു. അങ്ങനെയെല്ലാം ഇവിടം വരെ എത്തി. അപ്പോൾ ഈ 10-20 ദിവസങ്ങളായിട്ടും അതിൻ്റെ മുമ്പേ ആയിട്ടും കുറേ അന്നദാനങ്ങൾ, ഹാരം, ഇതെല്ലാം മഞ്ജരീസിൽ പെൻഡിങ് ആണ്. നാളെ മുതൽ അന്നദാനം സ്റ്റാർട്ട് ചെയ്യും. ഹാരം, ഈ പെൻഡിങ് ആയിരിക്കുന്ന ആളുകളുടെ ഹാരമെല്ലാം വൈകുന്നേരങ്ങളിൽ നമ്മൾ ഭഗവാന് ചാർത്തിയിട്ട് കാണിച്ചു തരും ലൈവിൽ. എനിക്ക് വേണമെങ്കിൽ ഹാരം ഇടാമായിരുന്നു, പക്ഷെ ലൈവിൽ ചെയ്യാതെ ഹാരം ഇടുമ്പോൾ അതൊരു എന്തോ എനിക്ക് അത്രയ്ക്ക് അതൊരു സംതൃപ്തിയായി തോന്നിയില്ല. അതുപോലെ അന്നദാനമാണെങ്കിലും ലൈവ് ഇടാതെ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കതൊരു സന്തോഷമായി തോന്നിയില്ല. അതുകൊണ്ടാണ് അത് രണ്ടും പെൻഡിങ് വെച്ചത്. ഇനി നമുക്ക് റുട്ടീൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് നിങ്ങളെയും മിസ് ചെയ്തു എന്ന് പറയുമ്പം ഞാൻ ഓപ്പൺലി പറയുകയാണെങ്കിൽ സത്യത്തിൽ ഞാൻ എല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഒന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭഗവാനെക്കുറിച്ച് മാത്രം. ഭഗവാനും ഏതോ ഒരു ലോകത്ത് കളിയും ചിരിയും തമാശയുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറേ ഭക്തർ, കാലങ്ങളായി ഭഗവാന് സേവനം ചെയ്യുന്ന ആ ഒരു ഭക്തരുടെ ഗ്രൂപ്പിലെത്തിയപ്പം അതും ഒരു സന്തോഷം. അങ്ങനെ ഒരു വേറൊരു സത്യത്തിൽ വേറൊരു മൈൻഡിൽ വേറൊരു ലോകത്ത് ഒക്കെ ആയിരുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും അടുത്ത ഒരു വർഷത്തെ ആ ഒരു 10 ദിവസക്കാലത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. ജീവിതത്തിൽ എന്താ പറയുക, ജീവിതത്തിൽ ഇങ്ങനെ എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ടാണ്. സത്യമായിട്ട് ഉറങ്ങാനുള്ള സമയം പോലും ഉണ്ടായില്ല കേട്ടോ, അത് വാസ്തവമാണ്. കാരണം ഞങ്ങൾ വൈകുന്നേരം അന്നദാനമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം 2 മണിക്കൂറൊക്കെ 2-3 മണിക്കൂറൊക്കെ കിടക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ് വന്ന് ഉടനെ അങ്ങോട്ട് ഉറക്കം വരില്ലല്ലോ, നമുക്ക് കിടന്ന് ഉടനെ ഉറക്കം വരില്ലല്ലോ. മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ഒന്ന് കുളിച്ച് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഡ്രസ്സ്, കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും എന്താ പറയുക അതെല്ലാം ചെയ്ത് നമ്മളങ്ങോട്ട് ഒന്ന് കിടന്നുറങ്ങി. പിന്നെ ഒരു 8-9 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലെത്തി. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചു വരുന്നത് ഒരു 1:30-2 മണി ആ സമയത്തൊക്കെ ആയിരിക്കും ഞങ്ങൾ തിരിച്ച് റൂമിലെത്താറ്. അങ്ങനെ എത്തിക്കഴിഞ്ഞ് ചിലപ്പം 8-9 മണിക്ക് അങ്ങനെയൊക്കെ എത്താറുണ്ട്. ചിലപ്പോൾ 9 മണിക്ക് പോകും, ചിലപ്പോൾ രാവിലെ വരത്തുള്ളൂ. അങ്ങനെ പല രീതിയിൽ അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ വീണ്ടും രാവിലെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നു. നല്ലൊരു റൊട്ടീനായിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും ആ 10 ദിവസത്തിന് വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് കാത്തിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അതുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കാതിരുന്നത്. കാരണം ക്ലാസ് വെറുതെ ഞാൻ എടുത്തു പോയിട്ട് കാര്യമില്ലല്ലോ. വെറുതെ ഒന്ന് ലൈവിൽ വന്ന് നിങ്ങളോട് ഹായ് ബായ് പറഞ്ഞു പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ ഞാൻ അങ്ങ് ലൈവ് ഇട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലാസ് എടുക്കുമ്പം ക്ലാസ്സിന് വേണ്ടി മനസ്സ് അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ജപിച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട്
ക്ലാസ് എടുക്കുമ്പോൾ അതൊരു പൂർണ്ണമായി വൃത്തിയായി, ആ ചെയ്യുന്ന പ്രവൃത്തിക്കൊരു വൃത്തിയുണ്ട്. അല്ലാതെ ഞാൻ വന്നിട്ട് ഇന്ന് ക്ലാസ് എടുത്തില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയട്ടെ എന്ന് കരുതിക്കൊണ്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് 4 ശ്ലോകവും വായിച്ച് അതിന്റെ അർത്ഥവും വെറുതെ പറഞ്ഞു പോകുന്നില്ല, അതൊരു ആത്മാർത്ഥതയില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ക്ലാസ്സുകളെല്ലാം രജിസ്റ്റേർഡ് ആണ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് പലരും കാണുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്കൊരിക്കലും എന്താ പറയാ, അങ്ങനെ ക്ലാസ് എടുത്ത് പോകാൻ എനിക്ക് ഇഷ്ടമില്ല. മാനസികമായി ഞാൻ അതിന് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ലൈവ് വരൂ. അല്ലാതെ നമ്മുടെ എന്താ പറയാ ഒരു പേജ് ഫില്ലാക്കിയിടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ ക്ലാസ് എടുക്കാറില്ല. അങ്ങനെ എനിക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുക്കുന്നതിലും ഭേദം ഏതോ ചെയ്ത് കൂട്ടുന്നതിലും ഭേദം എനിക്ക് വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. രുചിയില്ലാത്തൊരു ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാണ് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ സംതൃപ്തിയോടുകൂടി കഴിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കണം. പിന്നെ ഇന്ന് നമ്മുടെ അഡ്മിൻ വിഷ്ണു മാരാറിന്റെ എന്താ പറയുക പിറന്നാളാണ്. തീർച്ചയായിട്ടും പങ്ക് വരും. വിഷ്ണു മാരാറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഗുരുവായൂർ മഞ്ജരീസിന്റെയും എന്റെയും പേരിൽ വിഷ്ണുവിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും 1000 ജന്മദിന ആശംസകളും എല്ലാം നേരുന്നു. വിഷ്ണുവിന്റെ ചേച്ചിയുടെ കല്യാണമാണ്. വിഷ്ണു അതിന്റെ നല്ല ടൈറ്റായിട്ടുള്ള ടെൻഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം 20ാമത്തെ വയസ്സിൽ ഒരു സഹോദരിയെ കല്യാണം കഴിപ്പിച്ച് അയക്കുക, സ്വന്തമായ ഒരു വീട് വെക്കുക, അതിന്റെ ബാധ്യത എടുത്ത് ചുമലിൽ വെക്കുക എന്നൊന്നും പറയുന്നത് ചെറിയ കാര്യമല്ല. ആ കുട്ടി അതിനുവേണ്ടി ശരിക്ക് ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മാനസികമായിട്ടും അല്ലാതെയുമുള്ള സപ്പോർട്ട് ആ കുട്ടിക്ക് കൊടുക്കണം. കാരണം നമ്മളിൽ ഒരാളാണ്. പിന്നെ വേറെ എന്ന് പറയുമ്പോൾ വേറെ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ +2 എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട്. പരസ്പരം മനസ്സിലാക്കുക, ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. നമ്മളാരും തികഞ്ഞ ഭക്തരല്ല, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. മെല്ലെ 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 പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്താ പറയുക മുകളിലേക്ക് വരാൻ ശ്രമിക്കട്ടെ. എല്ലാവരും മുകളിലേക്ക് വരിക. ഉയർന്ന ഒരു പൊസിഷനിലേക്ക് എല്ലാവരും എത്തട്ടെ. അവസരങ്ങൾ എപ്പോഴും നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കില്ല. നമ്മൾ അവസരങ്ങൾ തേടി കണ്ടുപിടിക്കണം ജീവിതത്തിൽ. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് നന്മയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു തെറ്റായ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്താതിരിക്കുക. ഒരു തെറ്റിനെ കുറിച്ചും നമ്മൾ സംസാരിക്കാതിരിക്കുക. എല്ലാത്തിലും ഒരു നന്മ കാണാൻ ശ്രമിക്കുക. ഞാനായാലും നിങ്ങളായാലും നിരവധി കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയാ പലപ്പോഴും നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം മാറ്റുക. ഒരാളെ കുറിച്ചും നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വെച്ച് സൂക്ഷിക്കരുത്. ഒന്നിനെ കുറിച്ചും സൂക്ഷിക്കരുത്. നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ളവരാണെങ്കിലും ശരി, പുറത്തുള്ളവരാണെങ്കിലും ശരി, നമ്മളെപ്പോഴും എല്ലാത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പരസ്പരം സഹായിക്കുക, സ്നേഹിക്കുക, ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോവുക. നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ നമ്മൾ മാറ്റി വെക്കുക എന്നല്ലാതെ അതിൽ പോയി ചൊറിഞ്ഞ് സമയം കളയാതിരിക്കുക. ഇതൊക്കെയാണ് 10-20 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള അഡ്വൈസ്. ഇത് ഞാനും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നമ്മൾ തുല്യരാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഒരാൾ വലുതും ഒരാൾ ചെറുതുമൊന്നുമല്ല. പിന്നെ നാളെ വിശുദ്ധ റംസാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയുള്ള 30 ദിവസങ്ങളിൽ ഞാനും റംസാൻ വ്രതത്തിലായിരിക്കും. റംസാൻ വ്രതം വളരെയധികം പുണ്യമാണ്. ഏകാദശി പോലെ തന്നെ, പ്രദോഷം പോലെ തന്നെ. ഗുരുവായൂർ മഞ്ജരീസിൽ ജാതി മതഭേദമന്യേയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പലരും എന്നോട് ചോദിച്ചു, മാതാജി എന്താ മുസ്ലിം ആണോന്ന്. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നുള്ളതിലുപരി എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ധർമ്മമാണ്. അപ്പൊ ആ ധർമ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭൗതികമായിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മോചനം നേടണമോ അതെല്ലാം നമ്മൾ നേടിയെടുക്കണം. പക്ഷെ ആരും തികഞ്ഞവരല്ല എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം നമ്മൾക്കുള്ളിൽ വേണം. ആരും കംപ്ലീറ്റ് അല്ല, ആരും തികഞ്ഞവരല്ല. എന്നിലായാലും നിങ്ങളിലായാലും ഒരുപോലെ കുറവുകൾ ഏറെയുണ്ട്, അല്ലെ? നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള ഏറ്റവും നല്ല ഉപാധികളാണ് എന്തെന്ന് പറയുന്നത്, വ്രതാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ഏകാദശി പോലെ തന്നെയാണ് നമ്മുടെ മുസ്ലിംസിന്റെ റംസാൻ വ്രതവും. 30 ദിവസം നമ്മൾ ഭക്ഷണം മാത്രമല്ല ഉപേക്ഷിക്കുന്നത്, നമ്മുടെ ചിന്തകളും വാക്കും പ്രവൃത്തിയും എല്ലാം നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരികയാണ്. കാരണം റംസാൻ വ്രതത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വലുതായിട്ട് അറിയില്ല എന്ന്. നമ്മുടെ വായിലെ ഉമിനീര് പോലും നമ്മൾ ഇറക്കാൻ പാടില്ല, വിഴുങ്ങാൻ പാടില്ല. തൊണ്ടയിൽ നിന്ന് നമ്മൾ ഉമിനീര് ഇറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സമയങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. ഒരാളുടെയും കുറ്റം കേൾക്കാനോ പറയാനോ പാടില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ കല്യാണം കഴിച്ച് കുടുംബമായി താമസിക്കുന്നവർക്കുള്ളതാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ
റംസാൻ വ്രതശുദ്ധി കാലത്ത് അങ്ങനെ ചെയ്താൽ 30 ദിവസത്തെ വ്രതം എന്നുള്ളത് 60 ദിവസമാക്കി എടുക്കണം, ഇല്ലെങ്കിൽ 60 പേർക്ക് അന്നം വിളമ്പണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു തത്വം. എൻ്റെ പരിമിതമായ അറിവുകളിലാണ് ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ ആധികാരികമായിട്ട് പറയാനുള്ള ഒരുപാട് ആളുകളുണ്ടാവും. എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഏതെങ്കിലും ഒരു മഹത്തായ ഒരു വ്യക്തിത്വത്തെ കൊണ്ട് റംസാൻ വിശേഷങ്ങളെക്കുറിച്ചും വ്രതങ്ങളെക്കുറിച്ചൊക്കെ ഒരു ലൈവ് ഇടിക്കാം. അതുപോലെ നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളെയും നമ്മൾ അംഗീകരിക്കണം. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ് വ്രതാനുഷ്ഠാനങ്ങളും മതാചാരങ്ങളും മതങ്ങളും എല്ലാം. തമ്മിൽ തല്ലിക്കാനോ അല്ലെങ്കിൽ മതങ്ങളുടെ പേരിൽ ഒരു വ്യത്യസ്തത പുലർത്താനോ അല്ല ഒന്നുമെന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാ മതങ്ങളും ദൈവത്തിന് മുമ്പിൽ തുല്യമാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എല്ലാ മതാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരേ മനസ്സോടുകൂടി സ്വീകരിച്ച് എല്ലാവരെയും തുല്യമായി നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകുമ്പോഴാണ്. എനിക്കും ദേഷ്യമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ദേഷ്യമുണ്ട്, ചില സമയത്ത് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതൊക്കെ മാനുഷികമായിരിക്കുന്ന വികാരങ്ങളാണ് അല്ലേ? നമ്മളാരും ശീല പ്രഭുപാജിയല്ലല്ലോ. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും മറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള വ്രതാനുഷ്ഠാനങ്ങളെല്ലാം എടുക്കാം. ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പല ഏകാദശികളും നമുക്ക് വിട്ടു പോകാറുണ്ട് അല്ലേ? അപ്പം ഞാൻ ചിന്തിക്കും, ആ ഒരു നമുക്ക് മാസത്തിൽ 2 ഏകാദശി വെച്ചിട്ട് 24, 25 ഏകാദശികളോളം നമുക്കുണ്ട്. അപ്പം ഈ 30 ദിവസത്തെ വ്രതം കൊണ്ട് നമുക്ക് ചിലപ്പം അതും ബാലൻസ് ആയിട്ട് പോകും. അങ്ങനെ ഏതെങ്കിലും ജന്മങ്ങളിലൊക്കെ എടുക്കാൻ പറ്റാതിരുന്ന വ്രതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ 30 ദിവസത്തെ റംസാൻ വ്രതം കൊണ്ട് നമുക്കതും ബാലൻസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ മാസം വളരെ പുണ്യമായ മാസമാണ്. ദുഃഖവെള്ളിയും ഈസ്റ്ററും റംസാനും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് വരുന്ന ഒരു മാസമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വൈകാരികമായിരിക്കുന്ന വികാരങ്ങളെയെല്ലാം നിയന്ത്രിച്ച് വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. നാളെ മുതൽ 12-ാം തീയതി മുതൽ റംസാൻ വ്രതത്തിലാണ്. കഴിയുന്നതും മഞ്ജരീസിലേക്ക് മെസ്സേജുകൾ മാത്രം തരിക, കോൾസ് ഒന്നും അവോയ്ഡ് ചെയ്യുക. പകൽ സമയങ്ങളിലൊന്നും ഭക്ഷണമോ വെള്ളമോ ഉണ്ടാവില്ല. നമുക്ക് രാവിലത്തെ ബാങ്ക് വിളിയുടെ മുമ്പേ ആയിരിക്കും നമ്മൾ പ്രസാദം സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യയ്ക്ക് ബാങ്ക് വിളി കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ആയുസ്സിനും ആരോഗ്യത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളുടെയും ഭർത്താവിൻ്റെയും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും എല്ലാമുള്ള എല്ലാ പ്രയാസങ്ങളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ ജോലിയുടെയും എല്ലാത്തിൻ്റെയും പ്രയാസങ്ങൾ മാറാനായി മൊത്തത്തിൽ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും മഞ്ജരീസ് ലൈവ് കാണുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഈ ഒരു 30 ദിവസത്തെ റംസാൻ വ്രതം ഞാൻ നാളെ മുതൽ എടുക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. 30 ദിവസത്തിൽ ഒരു ദിവസം പോലും വിട്ടുപോകാതെ ആ വ്രതം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിൽക്കുക. കഴിയുന്നതും മെസ്സേജുകൾ വളരെ ചെറിയ മെസ്സേജുകളായി തരിക. പിന്നെ റംസാൻ വ്രതക്കാലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആർത്തിയോടുകൂടി വിശപ്പ് തീരുന്നത് വരെ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. കുറച്ച് ഭക്ഷണം, മിതഭക്ഷണമായിരിക്കണം. അപ്പോൾ ഈ 30 ദിവസത്തിനുള്ളിൽ എനിക്ക് യാത്രകളുണ്ടാവും, ഷൂട്ടുണ്ടാവും, ക്ലാസ് എടുക്കാനുണ്ട്. അപ്പം എല്ലാവരും അതിനനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നളിനി മാതാജി ഇവിടെ അമ്പലത്തിൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക. ഓക്കെ, മാക്സിമം ലൈവൊക്കെ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ശ്രീമദ് ദേവി മഹാത്മ്യം ആണ് നമ്മൾ ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. എത്രാമത്തെ അധ്യായമാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 9 ദിവസം തീർക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. നടന്നില്ല. എല്ലാം ഭഗവതിയുടെ തീരുമാനം. നമ്മളൊന്ന് തീരുമാനിക്കുന്നു, ദേവി മറ്റൊന്ന് തീരുമാനിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ശ്രീമദ് ദേവി ഭാഗവതം നമ്മൾ എടുക്കാൻ പോകുന്നത് 12ാമത്തെ അധ്യായമാണ്. ആ ഒരു 12ാമത്തെ അധ്യായത്തിൻ്റെ പേര് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞുതരാം. മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. എല്ലാവരുടെയും കമൻസ് ഞാൻ കാണുന്നു. ഓരോരുത്തരുടെ കമൻസിന് എനിക്ക് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ക്ലാസ് മുന്നോട്ട് പോവില്ല. അപ്പം 12ാമത്തെ ശ്ലോകത്തിൽ ശ്രോതൃ പ്രവക്ത്ര പ്രസംഗം, കുറച്ച് കട്ടിയാണ്. ശ്രോതൃ അതായത് ശാലി, പശയുടെ ഷാ, ശ്രോതൃ പ്രവക്ത്ര പ്രസംഗം എന്നാണ് പറയുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു ടോപ്പിക്ക് കിട്ടിയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ മീനിങ്സ് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? നോക്കാം. തച്ഛ്രുത്വാ വചനം തസ്യാ വാസ്യ
സത്യവതീ സുതഃ വാചവചനം തത്ര സഭായം നിപ്രതീം ച തം ശൃണു രാജൻ പ്രവക്ഷ്യാമി പുരാണം ഗുഹ്യമദ്ഭുതം പുണ്യം ഭാഗവതം നാമ നാനാഖ്യാനയുധം ശിവം. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ഒരു രക്ഷയില്ല, ഒരു ഐഡിയ ഇല്ല അല്ലെ, ഒരു വേർഡിന്റെ അർത്ഥം പോലും മനസ്സിലാവുന്നില്ല. സൂതൻ പറയാണ്, രാജാവ് തന്റെ പിതാവിന് പരഗതി കിട്ടാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് വ്യാസൻ പറഞ്ഞു, രാജാവ് അദ്ദേഹത്തിന്റെ അച്ഛന് പരഗതി കിട്ടാൻ വേണ്ടിയിട്ട്, എല്ലാം മറന്നുപോയല്ലേ നിങ്ങൾക്ക്, എവിടെ എന്ത് ഏത് സർപ്പസത്രമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, ബാക്കി ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവും. അച്ഛന് പരഗതി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗമെന്ന് ചോദിക്കുകയാണ് വ്യാസനോട്. അപ്പൊ വ്യാസൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങൾക്കായി മഹത്തായ ദേവീ ഭാഗവതം പറഞ്ഞു തരാം. എന്താണ്? ദേവീ ഭാഗവതം പറഞ്ഞു തരാം. അതുവഴി നമുക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതീവ ഗുഹ്യവും, അതായത് വളരെ രഹസ്യവും ശുഭപ്രദവുമായിരിക്കുന്ന ഈ പുരാണം, വ്യാസൻ പറയാണ്, വളരെ രഹസ്യമായിരിക്കുന്ന ശുഭമായിരിക്കുന്ന ഈ പുരാണം, ഏത് പുരാണം? ദേവീ ഭാഗവതം അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ശുഗന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വ്യാസന്റെ മകനായിരിക്കുന്ന ശുഗദേവ് ഗോസ്വാമി ശുഗന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് വ്യാസൻ ഇവിടെ പറയുന്നത്. അങ്ങയോടും ഞാനത് പറഞ്ഞു തരാം. അദ്ദേഹം പറയണം, അങ്ങയ്ക്കും ഞാൻ പറഞ്ഞു തരാം, അതുവഴി നമുക്കും കിട്ടുകയാണ് അല്ലെ. സർവവേദങ്ങളുടെയും പൊരുളായിരിക്കുന്ന ഈ മഹത് പുരാണം നിത്യേന കേട്ടാൽ ധർമാർത്ഥകാമമോക്ഷങ്ങൾ ക്ഷിപ്രപ്രസാധ്യമാവുമെന്നാണ് പറയുന്നത്. ഈ ഒരു പുരാണം നമ്മൾ നിത്യേന കേൾക്കുകയാണെങ്കിൽ ധർമ്മവും കാമവും മോക്ഷവും, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, കാമം എന്ന് പറയുമ്പോൾ മറ്റേ കാമല്ല കേട്ടോ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ലഭിക്കും. അതായത് നമ്മുടെ കുടുംബജീവിതത്തിലുള്ള അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടും. ധർമ്മം, ആ ഒരു ധാർമ്മികപരമായിരിക്കുന്ന ഒരു ജീവിതം, അത് നമ്മൾക്ക് അമ്മ ഭഗവതി നൽകും. അതുപോലെ തന്നെ മോക്ഷം, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ മുതൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ജനിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? നാളെ പിറ്റേന്ന് നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം, നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമായിരിക്കണം, നമ്മുടെ കുടുംബങ്ങൾ കഷ്ടപ്പെടരുത്, നമുക്കൊരു വീട് വേണം, ഒരു അഡ്രസ്സ് വേണം, അങ്ങനെ 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 പല 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 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ജീവിക്കുന്നത് അല്ലെ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കുറെ 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 കുറേ കാര്യങ്ങൾ ചിന്തിച്ചാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ക്ലിയർ? ഇതേപോലെയാണ് മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജന്മത്തെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കരുത്. അടുത്ത ജന്മം, ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. നാളെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ നമ്മൾ നാളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതേപോലെ നമ്മുടെ മനുഷ്യ ജന്മം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ജന്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അടുത്ത ജന്മം നമുക്ക് ശുഭമായിരിക്കണം. അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ, ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പായിട്ടുണ്ടാവും. കാരണം എന്താണ്? നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇന്ദ്രിയങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പല പല തെറ്റുകൾ ചെയ്തു പോയി, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. അങ്ങനെ ഒരു ജന്മം ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യായുസ് എന്നൊക്കെ പറയുന്നത് ഒന്നിനോടും പ്രതികരിക്കാതെ, ഇനി നമ്മുടെ അച്ഛനെ തെറി വിളിച്ചാൽ പോലും അതിനോട് പോലും പ്രതികരിക്കാതെ എല്ലാം ക്ഷമയോടുകൂടി കണ്ട് സമ്പൂർണ്ണമായിരിക്കുന്ന സാത്വിക മനോഭാവത്തോടു കൂടി പോകുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു ജന്മം ഇല്ലാതിരിക്കൂ. നമ്മൾ ആരും അങ്ങനത്തെ ആൾക്കാരല്ല. നമുക്ക് രജോ ഗുണവും തമോ ഗുണവും ഒക്കെ ഇങ്ങനെ കയറി കയറി വരും നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു അടുത്ത ജന്മം ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റൂല, എന്തായാലും ഉണ്ടാവും. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ അറിഞ്ഞത് കൊണ്ട് അതൊരു ഭക്ത കുടുംബത്തിലായിരിക്കും നമ്മൾ ജനിക്കുന്നതെന്ന് മാത്രം. വലിയ മല പോലെ വരാനിരുന്നതൊക്കെ ഭഗവാൻ ഒരു ചെറിയ കല്ല് പോലെ ആക്കിത്തരും എന്ന് മാത്രം. അത്രയും ഒരു കൺസിഡറേഷൻ ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ജന്മം അത് പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാതെ നമ്മളൊരു എന്താ പറയാ, അഴുകിയ സ്ഥലത്ത് കിടക്കുന്ന ഒരു ജീവാത്മാവായി നമ്മൾ ജനിക്കരുത്, അല്ലെങ്കിൽ ഒരു മോശം അവസ്ഥയിൽ നമ്മൾ ജനിക്കരുത്. അതെല്ലാം വിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാനും ഇനിയും മേൽക്കുമേൽ ഭഗവാനെ അറിയാനും വേണ്ടിയുള്ള ഒരു ജന്മമായിട്ട്. ദുഃഖ ദുരിതങ്ങൾ കൺഫേം ആണ്, യാതൊരു സംശയവും ഇല്ല. എന്തായാലും ദുഃഖ ദുരിതങ്ങൾ നമുക്കുണ്ടാവും, യാതൊരു സംശയവും ഇല്ല. അപ്പൊ ആ ദുരിതങ്ങളിലും നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും അത് തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യം, അല്ലെങ്കിൽ ആ ഒരു തരണം ചെയ്ത്, കാരണം ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ആ വിഷമത്തിൽ ഞാൻ 1-2 ദിവസം അങ്ങ് അഡിക്ഷൻ ആയി പോകും, വല്ലാതെ തളർന്നു. പക്ഷെ അടുത്ത ദിവസം ഞാൻ എന്നെ തന്നെ റിക്കവർ ചെയ്തെടുക്കും. അങ്ങനെയല്ല, അതിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ അതിൽ തന്നെ കിടന്നിട്ട് കാര്യമില്ല അല്ലെ. അങ്ങനെ ചിന്തിച്ച് സ്വമേധയാ നമ്മൾ മാറണം. അല്ലാതെ നമ്മൾ അതിൽ തന്നെ തലയും കുത്തി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പാഴായിപ്പോവും.
അത് പാടില്ല. എന്ത് വലിയ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ, നമ്മൾ അതിൽ തന്നെ തലയും കുത്തി കിടക്കരുത്. അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ വീട്ടിലിപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു, എത്ര ദിവസം നമ്മൾ ആ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കും? ആദ്യത്തെ ദിവസത്തെ കരച്ചിലേക്ക് പരിമിതികളെ ഉണ്ടാവില്ല. രണ്ടാമത്തെ ദിവസം പക്ഷെ നമ്മൾ ഒരു ദിവസം മുഴുവൻ കരഞ്ഞ് 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 തളർന്ന് വെള്ളം കുടിക്കാതൊക്കെ കിടക്കും. നേരെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോവും, ട്രിപ്പ് ഇടും, തലകറങ്ങി വീഴും. അടുത്ത ദിവസം വീട്ടിൽ വരും, കരഞ്ഞ് ചിന്തിച്ചിരിക്കും, ഒന്നും കഴിക്കില്ല. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കും, കുറച്ച് കാപ്പി കുടിക്കും, പിന്നെ കുറച്ച് വെള്ളം കുടിക്കും, ഒരു ഇച്ചിരി ചോറ് കഴിക്കും. നാലാമത്തെ ദിവസം ആകുമ്പോഴേക്കും രാവിലത്തെ വേണ്ടെങ്കിലും ഉച്ചക്കലത്തെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കും. അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഒന്ന് കുളിക്കും, ഒന്ന് മറ്റുള്ളവരോട് പതുക്കെ സംസാരിച്ചു തുടങ്ങും. ആറാമത്തെ ദിവസം ആകുമ്പോഴേക്കും കുറേ സൈലൻ്റ് ആയിരിക്കും, എന്നാലും എന്തെങ്കിലുമൊക്കെ രുചി അറിയുന്നില്ലെങ്കിലും നമ്മൾ കഴിക്കും. ഏഴാമത്തെ ദിവസമാണെങ്കിലും ആലോചനകൾ ഉണ്ടെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങും, റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങും, എല്ലാവരും ഒന്ന് കാണും, ചെറുതായിട്ടൊന്ന് ചിരിച്ചു തുടങ്ങും. ഇങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ മാറി 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 വരും. പിന്നീട് ആ മരിച്ച വ്യക്തി ഒരു ഫോട്ടോയിൽ മാത്രമായി ഒതുങ്ങും. പിന്നെ അവരുടെ ഓർമ്മ ദിവസം മാത്രം ഒരു തുള്ളി കണ്ണുനീരായി. പിന്നെ വളരെ നാച്ചുറലി സംസാരിച്ചു തുടങ്ങും. ഓ, ചേട്ടൻ മരിച്ചപ്പം, അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചപ്പം, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചപ്പം, അമ്മ മരിച്ചപ്പം, അങ്ങനെ 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 പറഞ്ഞു തുടങ്ങും. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരും. ഇതേപോലെ നമ്മുടെ മനസ്സ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും റിക്കവർ ചെയ്ത് വരണം. നഷ്ടങ്ങൾ മാത്രമേ ഈ ജന്മത്തിൽ നമുക്ക് ഉണ്ടാവും. നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, കാരണം നേട്ടങ്ങളുടെ ഗ്രാഫ് വളരെ താഴെയായിരിക്കും, നഷ്ടങ്ങളുടെ ഗ്രാഫ് നമുക്ക് വളരെ ഉയർന്നതായിരിക്കും. അതിനാരും കുറ്റക്കാരല്ല, നമ്മൾ തന്നെയാണ് കുറ്റക്കാരൻ. നമ്മൾ ചെയ്തു വെച്ച കുറേ തെറ്റുകൾ, അത് നമ്മൾ ഈ ജന്മം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഓരോ ജന്മങ്ങളിലും അറിയാതെ ചെയ്തതാണ്. കാരണം ഓരോ ജന്മങ്ങളിൽ നമ്മൾ അറിയാതെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ജന്മത്തിലൊന്നും നമ്മൾ ഈ ജന്മം ഭഗവാനെ അറിഞ്ഞതുപോലെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചെയ്യൂല, അല്ലേ? ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് നോൺ വെജ് ഒക്കെ കഴിച്ച ആൾക്കാരാണ്. ഭഗവാനെ നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് അറിഞ്ഞില്ല. പക്ഷേ ഭഗവാനെ ഡീപ്പായി അറിഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരിക. നമ്മൾ സമയം ചെലവഴിക്കുന്നത്, വെറുതെ സമയം കൊല്ലരുത് ജീവിതത്തിൽ. ഞാൻ വീണ്ടും പറയുന്നു, വെറുതെ സമയം കളയരുത് ജീവിതത്തിൽ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കളയും, ഒരു കുഴപ്പമില്ല. വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന്റെ ഒരു ബുക്ക് എടുത്ത് വായിക്കൂ. കാരണം നമുക്കിനി സമയമില്ല ജീവിതത്തിൽ, തീരെ സമയമില്ല. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, പരിമിതമായ സമയമേ ഉള്ളൂ. നാളെ ഈ സമയത്ത് ഞാനും നിങ്ങൾ ഇതുപോലെ കാണോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റൂല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരിക്കലും പറയാൻ പറ്റൂല. നാളെ ഈ സമയത്ത് ഞാനും നിങ്ങളും കാണുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അത്രയും പരിമിതമായ സമയത്തിലൂടെ ജീവിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? വെറുതെ സമയം കളയാതിരിക്കുക ജീവിതത്തിൽ. വെറുതെ സംസാരിച്ച് സമയം കളയാ, വെറുതെ ആലോചിച്ചിരുന്ന സമയം കളയാ, വെറുതെ കിടന്നുറങ്ങി സമയം കളയാ, ഇതൊന്നും ചെയ്യരുത്. വായിക്കുക, ജപിക്കുക. ഇനി നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ്, നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ വെറുതെ കുറച്ചു നേരം കിടക്കട്ടെ, ഓക്കെ, ശരീരത്തിന് റെസ്റ്റ് വേണം, കുറച്ചു നേരം റെസ്റ്റ് ചെയ്യും. ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ നോക്കിക്കൊണ്ട് റെസ്റ്റ് ചെയ്യരുത്. മൊബൈൽ മാറ്റി വെക്കുക. ആ സാധനം അവിടെ തന്നെ ഉണ്ട്, നഷ്ടപ്പെടൂല നിങ്ങൾക്കാർക്കും. അതെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ടൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. ഞാനിപ്പോൾ ചെയ്യുന്നതും അതാണ്. നേരെ ഫോൺ സൈലന്റിലിടും. മുമ്പൊന്നും സൈലന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഫോൺ അങ്ങ് സൈലന്റിലിടും. സൈലന്റിലിട്ടിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഫ്രഷാണ്. മനസ്സിലായില്ലേ? പുല സമയത്ത് ഗീത വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾ മരിച്ചതാണെങ്കിൽ നമ്മളത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്തൊക്കെ പറഞ്ഞാൽ ദൈവിക ഗ്രന്ഥമാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എടുത്ത് വായിക്കാതിരിക്കുക. ഇനി അതല്ല, നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ആരെങ്കിലും മരിച്ചൊരു 3, 6 അങ്ങനെയുള്ള 9 ദിവസമൊക്കെ കഴിയുമ്പം നമ്മളൊന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി നാൽപ്പാമരാതി വെള്ളം കൊണ്ടോ ഗംഗാജലം കൊണ്ടോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു അടിയന്തരമൊക്കെ കഴിയുമ്പോൾ, ഒരു 16 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മളെടുത്ത് വായിക്കുക. അല്ലാതെ നമ്മൾ കഴിയുന്നതും കാരണം നമ്മൾ അവിടെ പോവുകയൊക്കെ ചെയ്താണല്ലോ, മരണ വീട്ടിലൊക്കെ പോയി നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളില്ലേ. അപ്പം അതൊന്ന് കൺട്രോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ജപിക്കാം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് റെസ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മൾ ഏകാഗ്രമാക്കി കൊണ്ടുവരാം. നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് ചുറ്റും, നിരവധി പ്രശ്നങ്ങളുണ്ടാവും. സാമ്പത്തികമായിട്ടുണ്ടാവും, അല്ലാണ്ടുണ്ടാവും, ശാരീരികമായിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതിനൊക്കെ നമുക്ക് നമ്മുടെ മനസ്സാണ് ആധാരം. ചെയ്തതും ചെയ്യാത്തതുമായ നിരവധി പഴികൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ. മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുക. ഒന്ന് റെസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് നമ്മൾ കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് സംസാരിച്ച്, അത് കഴിയുമ്പോൾ നമ്മളൊന്ന് വായിക്കുക. സ്വസ്ഥമായി ഒന്ന് ഇരുന്ന് വായിച്ച്
ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കണ്ണുകൾ അടച്ച് കുറച്ചു നേരം ഒന്ന് ശ്വാസമൊക്കെ ഉള്ളിലേക്ക് എടുത്ത് ഒന്ന് റിലാക്സ് ആവുക, സ്വയം റിലാക്സ് ആവുക. അങ്ങനെയൊക്കെ ചെയ്ത് 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 നമ്മൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാം. അല്ലാതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയി കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരുന്ന് അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും മാറില്ല, ഒരിക്കലും മാറില്ല. പ്രശ്നങ്ങൾ മാറാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു, ഇതെല്ലാവരുടെ വായിൽ നിന്ന് ഞാൻ കേൾക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒറ്റയ്ക്കാവുന്നത്? എവിടെയാണ് നമ്മൾ ഒറ്റയ്ക്കായത്? എത്ര ബുക്സുകൾ ഞാൻ ഇങ്ങനെ അയച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്ക്, ഞാൻ ആലോചിക്കാറുണ്ട്. എത്ര ബുക്സുകൾ അയച്ചു തന്നിരിക്കുന്നു. ഹസ്ബൻഡിൻ്റെ പ്രശ്നവും കുട്ടികളെ പ്രശ്നവും അച്ഛനമ്മമാരുടെ പ്രശ്നവും എല്ലാ തരത്തിലും പ്രശ്നങ്ങളുണ്ടാവും. ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് ആലോചിച്ചോളൂ. അത് കഴിയുമ്പം സ്വസ്ഥമായിട്ടൊന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കുക. ഏതെങ്കിലും ബുക്സുകളൊക്കെ ഒന്ന് എടുത്ത് വായിക്കുക. അതൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് ശ്വാസം സ്വസ്ഥമായിട്ട് വിടാൻ ശ്രമിക്കൂ. ഇങ്ങനെ തിങ്ങിപ്പിടിച്ചിരിക്കാതിരിക്കൂ, ശ്വാസം തിങ്ങിപ്പിടിച്ചിരിക്കാതിരിക്കും. ഇപ്പം നമുക്കൊരു കല്യാണം നടക്കണം, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കല്യാണം ആയിരിക്കില്ല നമുക്ക് നടക്കുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് നടക്കേണ്ട സമയത്ത് അത് നടക്കും, ഭഗവാൻ നടത്തി തരും അത്. ആ ഒരു പൂർണ്ണമായ ദൃഢവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവാം. മനസ്സിലാവുന്നത്? അല്ലാതെ നമ്മൾ കിടന്നിട്ട് വെറീഡാവരുത്, ഒന്നിനെക്കുറിച്ചും വെറീഡാവരുത്. ശ്രീമദ് ദേവി ഭാഗവതം നമ്മൾ കേൾക്കാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചെവി കൊണ്ട് കേട്ട് അതങ്ങ് തീർന്നല്ലോ എന്നൊന്നും. ഒരിക്കലുമില്ല. അത് കേട്ട് നമ്മൾ അതേക്കുറിച്ച് ഒരു അവലോകനം നടത്തണം. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മളത് ശ്രവിച്ച് അതൊരു അവലോകനം നടത്തി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ മാതാജി പറഞ്ഞിട്ടുണ്ട് ദേവി ഭാഗവതം കേട്ടതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക മോക്ഷവും എല്ലാം ലഭിക്കും, ക്ഷേമവും എല്ലാം ഉണ്ട്. അങ്ങനെയല്ല. അത് കേൾക്കുന്നത് കാതുകൊണ്ടാവരുത്, ഹൃദയം കൊണ്ടായിരിക്കണം. ഹൃദയം കൊണ്ട് കണ്ണുകൾ അടച്ചിരുന്ന ആ ദേവി ഭാഗവതം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഗീത കേൾക്കുമ്പം, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പം, നാരായണീയം കേൾക്കുമ്പം അതിനൊരു ഐശ്വര്യമുണ്ട്. അത് നമ്മുടെ ആത്മാവും കൂടിയാണ് ശ്രവിക്കുന്നത്, ശരീരം മാത്രം ശ്രവിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ശ്രവിച്ച് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് 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 സമാധാനപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവാം, ക്ഷമിച്ചൊന്ന് മുന്നോട്ട് പോവാം. ഓക്കെ. വ്യാസൻ പറയാണ്, ജരാൽക്കാരു എന്നൊരു മുനി വിവാഹിതനല്ലായിരുന്നു. ആരാണ്? ജരാൽക്കാരു എന്ന് പറയുന്ന ഒരു മുനി വിവാഹിതനല്ലായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കൾ, അതായത് അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലെ അച്ഛനമ്മമാർ, അതായത് പിതൃക്കൾ എന്നൊക്കെ പറയില്ല നമ്മൾ, ആ പിതൃക്കള് ഒരു കുഴിയില്, ഇത് മുമ്പേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു കുഴിയില് തല കീഴായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ജരൽക്കരു ഇങ്ങനെ പോണ സമയത്ത് ഒരു കുഴിയില് അദ്ദേഹത്തിന്റെ പിതൃക്കള് തല കീഴായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അവര് മുനികുമാരനോട് ചോദിക്കുകയാണ്, നീ ഒരു വിവാഹം കഴിക്കണം, എന്താണ്? നീ ഒരു കല്യാണം കഴിക്കണം. അങ്ങനെ നിനക്കൊരു മകനുണ്ടായാലേ ഞങ്ങൾക്ക് ഗതി കിട്ടൂ, അല്ലാതെ ഗതി കിട്ടൂല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഇതിങ്ങനെ കേട്ടു, ഇതിന്റെ അന്തരാർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഈ ഇങ്ങനെയുള്ള സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അന്തരാർത്ഥത്തെ കുറിച്ച് ചിന്തിക്കും. എന്താണ് അതിന്റെ ഡെപ്തിലുള്ള അർത്ഥം? അത് ചിന്തിക്കും. എന്തായിരിക്കും അതിന്റെ ഡെപ്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത്? ആട്ടെ, ശരി. അപ്പൊ അദ്ദേഹം പറയണം, എനിക്ക് വേണ്ടി അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരുവളെ എനിക്ക് കന്യാദാനം ചെയ്താൽ ഞാൻ സ്വീകരിക്കാം. അപ്പൊ ജരൽക്കരു പറയണം, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വാക്ക് കേട്ടിട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയെ എനിക്ക് കന്യാദാനം ചെയ്താൽ ഞാൻ സ്വീകരിക്കും, ഇല്ലേ ഞാൻ കല്യാണം കഴിക്കില്ല. അതിനായിട്ട് പരിശ്രമിക്കാനൊന്നും എനിക്ക് വയ്യ, ഇങ്ങനെ തേടി നടന്ന് അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു പെണ്ണ് എവിടെ ഇരിക്കുന്നു എന്നൊന്നും കണ്ടെത്തി കല്യാണം കഴിക്കാനൊന്നും എനിക്ക് വയ്യ. ഞാൻ എന്തായാലും ഒരു തീർത്ഥയാത്രയ്ക്ക് പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ജരൽക്കരു അങ്ങനെ പോവാണ്. ഞാൻ ഇതിന്റെ അന്തരാർത്ഥം പറഞ്ഞുതരാം, ഇപ്പൊ കഥ കേട്ടോളൂ. അക്കാലത്താണ് കദ്രു തൻ്റെ മക്കളെ അവരെല്ലാവരും തീയിൽ വീണ് നശിച്ചു പോട്ടേ എന്ന് പറയുന്നത്. കദ്രുവിനെ അറിയാലോ, വിനിത കദ്രു നമ്മൾ പഠിച്ചിട്ടില്ലേ? കദ്രുവും വിനതയും കശ്യപന്റെ ഭാര്യമാരായിരുന്നു. സഹപത്നിമാരായിരിക്കുന്ന അവർ തമ്മിൽ കളിയും കുറച്ച് കാര്യമായും ഒരു മത്സരത്തിൽ ഏർപ്പെടുകയാണ്, കദ്രുവും വിനതയും. സൂര്യരഥം പൂട്ടിയിരിക്കുന്ന കുതിരയുടെ നിറം എന്താണെന്ന് കദ്രു വിനിതയോട് ചോദിച്ചത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് വായിച്ചു പോവാണ്. വെള്ളയാണ്. കദ്രു പറയാണ്, വിനിതയോട് കദ്രു ചോദിച്ചു, എന്താണ് സൂര്യന്റെ രഥത്തെ പൂട്ടിയിട്ട കുതിരയുടെ നിറം എന്ന് ചോദിച്ചു. ആരാ ചോദിക്കുന്നത്? കദ്രു വിനതയോട് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ് വെള്ളയാണെന്ന്. നീ പറ അതിന്റെ നിറം എന്താണ്? വിനതയും ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പന്തയം വെക്കാന്ന് പറഞ്ഞു. കറുപ്പാണെന്ന് ആര് പറഞ്ഞു? വിനതയും പറഞ്ഞു. പന്തയമായിട്ട് തോൽക്കുന്നയാൾ ദാസ്യവേല ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഒരു മത്സരത്തിൽ ആരാണോ തോൽക്കുന്നത് അത്
അപ്പൊ കദ്രു തോറ്റാൽ വിനത കദ്രുവിന്റെ ദാസിയായിരിക്കണം, വിനത തോറ്റാൽ കദ്രു വിനതയുടെ ദാസിയായിരിക്കും, ഓപ്പോസിറ്റ് ദാസിയായിരിക്കണം. അങ്ങനെ കദ്രു മക്കളോട് പറയാണ്, നിങ്ങൾ പോയിട്ട് സൂര്യാശ്വത്തിന്റെ, അതായത് സൂര്യന്റെ ആ ഒരു രഥം പൂട്ടിയിട്ടിരിക്കുന്ന അശ്വം, കുതിരകളുടെ രോമങ്ങളൊക്കെ കറുപ്പിച്ചു വെക്കുക, കംപ്ലീറ്റും കറുപ്പിച്ചു വെക്കുക. തങ്ങൾക്കതിന് വയ്യാന്ന് മക്കൾ പറഞ്ഞു. ഞങ്ങൾ അങ്ങനത്തെ കള്ളത്തരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കദ്രുവിന്റെ മക്കൾ. ഉടനെ കദ്രു എന്ത് ചെയ്ത് മക്കളെ അങ്ങ് ശപിച്ചു. നിങ്ങൾ ജനമേജയന്റെ യാഗാഗ്നിയിൽ വീണുപോട്ടെ എന്ന്. സർപ്പസത്രം ചെയ്തില്ലേ പരീക്ഷിത് മഹാരാജാവിന്റെ മകൻ ജനമേജയ മഹാരാജാവ് സർപ്പസത്രം ചെയ്തത് ഓർക്കുന്നുണ്ടോ? തക്ഷകൻ പരീക്ഷിത് മഹാരാജാവിനെ കടിച്ചപ്പം അതിനോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി ജനമേജയ മഹാരാജാവ് സർപ്പസത്രം നടത്തിയ കഥ ഓർമ്മയുണ്ടല്ലോ, ഞാൻ എത്രയോ ഗ്രന്ഥങ്ങളിൽ വെച്ച് പറഞ്ഞെന്നാണ്. ആ ഒരു ജനമേജയ മഹാരാജാവ് സർപ്പസത്രം ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് എന്താ പറയാ, അതിൽ വീണങ്ങ് മരിച്ചു പോട്ടെ എന്ന് കദ്രു അങ്ങോട്ട് പറയാണ്. ഓക്കെ. എന്നാൽ മക്കൾ എന്ത് ചെയ്തു, മറ്റേ മക്കൾ എന്ത് ചെയ്തു, അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുതിരയുടെ നിറം പോയിട്ട് വാല് മുതൽ നിറം ചാർത്തി അതിനെ കറുപ്പാക്കി വെച്ചു കുറച്ച് മക്കൾ. വിനത നോക്കിയപ്പോ അശ്വത്തിന്റെ വാല് കുതിരയുടെ വാലുണ്ട് കറുത്തിരിക്കുന്നു. അപ്പൊ വിനതയുടെ മകനായിരിക്കുന്ന ഗരുഡൻ അമ്മയുടെ ആ ഒരു വിഷമം കണ്ടു. അമ്മയുടെ ദുഃഖം തീർക്കാത്ത മക്കൾ ഒരിക്കലും മക്കളല്ല. അമ്മയുടെ ദുഃഖം ആരാണോ തീർക്കുന്നത് അവരാണ് മക്കള്. അമ്മേ എന്താണെങ്കിലും പറയും, ഞാൻ ആ ദുഃഖത്തിനൊരു വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോ സപത്നിയായ കദ്രുവിന്റെ ദാസിയാകാനാണ് എൻ്റെ വിധി. വിനത പറയാണ്, എന്നെ പോലെ തന്നെയാണ് അദ്ദേഹം, അവളും ഭാര്യയായിരിക്കുന്നത് അല്ലെ. അപ്പോ എന്തിനാണ് ഞാനിനി കശ്യപന്റെ ഭാര്യമാരായിരിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും തുല്യരാണ്, പക്ഷേ ഞാനിപ്പോൾ അവളുടെ ദാസിയാവാനാണ് എൻ്റെ വിധി. അവളെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കണോത്രേ. ഗരുഡനോട് പറയാണ്, ഞാനിനിയിപ്പോ അവളെ ചുമന്നുകൊണ്ട് നടക്കണം. വിനത പറയാണ് അമ്മയ്ക്ക്. അപ്പൊ ഗരുഡൻ പറയണം, വേണ്ട അമ്മ, അമ്മ എന്തിനു ചുമക്കുന്നു, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഭാരം ചുമന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ വിനത പോയിട്ട് കദ്രുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മഹാബലനായിരിക്കുന്ന ഗരുഡൻ, നല്ല ശക്തിയുള്ള ഗരുഡൻ മാതാവിന്റെ ദാസ്യപ്പണി ഒഴിവാക്കാൻ കദ്രുവിനെയും മക്കളെയും തന്റെ ചുമലിലേറ്റിയിട്ട് സിന്ധുവിന്റെ മറുകരയിലെത്തി. ഗരുഡൻ പോയിട്ട് എന്ത് ചെയ്ത് കദ്രുവിനെയും കദ്രുവിന്റെ മക്കളെ എടുത്തിട്ട് അങ്ങ് ചുമലിൽ അങ്ങോട്ട് കയറ്റി. എന്നിട്ട് സിന്ധു നദിയുടെ മറുകരയിലെത്തി. അവിടെ വെച്ചിട്ട് കദ്രുവിനോട് ഗരുഡൻ ചോദിക്കുകയാണ്, നമസ്കാരം അമ്മേ, എൻ്റെ അമ്മയുടെ ദാസ്യം അത് ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അമ്മയാണ് വിനത, വിനതയുടെ ദാസ്യം ഒഴിവാക്കാൻ ഞാൻ എന്താ അമ്മയെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഗരുഡൻ കദ്രുവിനോട് ചോദിക്കാം, ദേവലോകത്തിൽ നിന്ന് അമൃത് കൊണ്ടുവന്ന് എനിക്കും എൻ്റെ മക്കൾക്കും നൽകിയാൽ ഞാൻ വിനതയെ വെറുതെ വിടാം. കദ്രു പറയാണ് ഗരുഡനോട്, നീ മഹാബലവാനല്ലേ, നീ പോയിട്ട് ദേവലോകത്ത് നിന്ന് അമൃത് കൊണ്ടുപോവാ, എന്നിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും താ, എന്നാ പിന്നെ ഞാൻ നിന്റെ അമ്മയായ വിനതയെ വെറുതെ വിട്ടേക്കാം. ഇത് കേട്ട ഗരുഡൻ എന്ത് ചെയ്ത് നേരെ പോയിട്ട് സുരലോകത്ത് പോയിട്ട് ഫലമായിട്ട് അമൃത കുംഭം ഇങ്ങ് എടുത്തോണ്ട് വന്ന് കദ്രുവിനങ്ങ് കൊടുത്തു. അമ്മയുടെ ദാസ്യം അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോ സർപ്പങ്ങൾ കുളിക്കാൻ പോയ തക്കത്തിലാണ് എന്ത് ചെയ്തത്, ഇന്ദ്രൻ വന്ന് അമൃതം എടുത്തുകൊണ്ടുപോയത്. നാഗങ്ങളാകെ വിഷമിച്ചു. അമൃത് വെച്ചിരുന്ന ദർഭയിൽ നാവ് കൊണ്ട് നക്കിയത് കൊണ്ടാണ് നാഗങ്ങളുടെ നാവ് പിളർന്നു പോയത്. അപ്പം ആ അമൃത് കൊണ്ടുവന്ന് എന്താ പറയാ അവിടെ വെച്ചപ്പോൾ അത് ദർബയിലായിരുന്നു വെച്ചത്. ദർബയിൽ വെച്ചപ്പോൾ ഈ സർപ്പങ്ങൾ വന്നിട്ട് എന്ത് ചെയ്തു, ആ ദർബയിലൊക്കെ അങ്ങ് നക്കി. ആ ദർഭ കൊണ്ടിട്ടാണ്, ദർഭ അറിയാലോ, ഈ നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ദർഭപ്പുല്ല്, അപ്പം അത് കുറച്ച് മൂർച്ചയുള്ളതാണ്. അപ്പം ഈ നാക്ക് ആ ഒരു ദർബയിൽ കൊണ്ടിട്ടാണ് സർപ്പങ്ങളുടെ നാവ് അങ്ങോട്ട് രണ്ടായിട്ട് പിളർന്നു പോകുന്നത്. വാസുകി മുതലായ നാഗങ്ങൾ അമ്മയുടെ ശാപം ഭയന്നിട്ട് നേരെ ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, ജരൽക്കാരു എന്നൊരു മുനിയുണ്ട്, അദ്ദേഹത്തിന് നിങ്ങളുടെ പെങ്ങളായ വാസുകിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അവർക്കുണ്ടാവുന്ന മകൻ നിങ്ങളെ സർപ്പസത്രത്തിൽ നിന്നും രക്ഷിക്കും. അങ്ങനെ ഉണ്ടായിരുന്ന മുനികുമാരനാണ് ആര്, ആസ്തികൻ. അപ്പോൾ ബ്രഹ്മദേവന്റെ അടുത്ത് പോയിട്ട് വാസുകിയൊക്കെ പറയാണ്, എന്താ ചെയ്യാ, എനിക്ക് അറിഞ്ഞുകൂടാ, അമ്മ ഞങ്ങളെ ശപിച്ചിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, വിഷമിക്കണ്ട, നേരെ എന്ത് ചെയ്യാം, ജരൽക്കാരു എന്ന് പറയുന്ന മുനിക്ക് നിങ്ങളുടെ പെങ്ങളായിരിക്കുന്ന വാസുകിയെ കന്യാദാനം ചെയ്തു കൊടുക്കുക. അതിലൊരു മകൻ ജനിക്കും. അദ്ദേഹം വിചാരിച്ചാൽ നിങ്ങളെ ഈ ഒരു എന്താ പറയാ സർപ്പസത്രത്തിന്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്നു പറഞ്ഞു. അങ്ങനെ വന്ന മുനികുമാരനാണ് ആരെന്നറിയോ, ആസ്തികൻ. മറക്കരുത് കേട്ടോ, ആസ്തികൻ. നാഗങ്ങൾ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം
മുനിയെ കൊണ്ട് വാസുകിയെ അദ്ദേഹത്തിന് കന്യാദാനം ചെയ്തു കൊടുത്തു. ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് നാഗങ്ങൾ എന്ത് ചെയ്തു? വാസുകിയെ കന്യാദാനം ചെയ്തു കൊടുത്തു. ആർക്ക്? ജരൽക്കാരുവിന്. അപ്പോൾ ജരൽക്കാരു പറയാണ്, ഞാൻ ഇവളെ തുല്യമായി തന്നെ അറിയുന്നു. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലൊരു വ്യത്യാസമില്ല. അർദ്ധനാരീശ്വര സങ്കല്പം. ഭാര്യയും ഭർത്താവും തുല്യരാണ്. ഭാര്യ ഭർത്താവിൻ്റെ അടിമയല്ല, ഭർത്താവ് ഭാര്യയുടെ അടിമയല്ല. രണ്ടുപേരും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കണം. രണ്ടുപേരും ഞാനാണ് വലുത് നീയാണ് വലുത് അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. ഭർത്താവ് ഭാര്യയ്ക്കും കീഴ്പ്പെട്ട് ജീവിക്കണം, ഭാര്യ ഭർത്താവിനും കീഴ്പ്പെട്ട് ജീവിക്കണം. അതാണ് ഒരു യഥാർത്ഥ ദാമ്പത്യം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പിന്നെ ജീവിതം വേസ്റ്റ് ആയി പോകും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയെ ഞാൻ ബഹുമാനിക്കുന്നു, ധർമ്മപത്നിയായി ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ ഒരു നിബന്ധന വെക്കുന്നുണ്ട്. ജരൽക്കാർ പറയണം, ഞാൻ എല്ലാം അംഗീകരിക്കുന്നു, പക്ഷെ ഒരു നിബന്ധന ഞാൻ വെക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവൾ ചെയ്താൽ ഞാൻ അപ്പം തന്നെ ഇവളെ ഉപേക്ഷിക്കും. അതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാട്ടിലൊരു നല്ലൊരു പർണശാലയൊക്കെ കെട്ടി അവരെ അങ്ങ് നല്ല ദമ്പതികളായിട്ട് കളിച്ചും ചിരിച്ചും രസിച്ചും അങ്ങ് ജരൽക്കാരും നമ്മുടെ വാസുകിയും ജീവിക്കുകയാണ്. ഒരു ദിവസം ഊണൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജരൽക്കാരും ഒന്ന് കിടന്നുറങ്ങുക. സർപ്പസുന്ദരിയാണെങ്കിലോ, വാസുകിയാണ് കേട്ടോ സർപ്പസുന്ദരി എന്ന് പറയുന്നത്. സർപ്പസുന്ദരി ഇങ്ങനെ നമ്മുടെ ജരൽക്കാരും മുനിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ ഒരു കാരണവശാലും ഉണർത്തരുത് എന്ന് ജരൽക്കാര് പറഞ്ഞു. ഞാൻ ഉറങ്ങാൻ പോവാണ്, എന്നെ ഉണർത്തരുത്. കുറച്ച് കഴിഞ്ഞപ്പം സന്ധ്യാനേരമായി. വിളിച്ചുണർത്തിയാൽ ജരൽക്കാരു അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉപേക്ഷിക്കും. വിളിച്ചില്ലെങ്കിൽ അധർമ്മം പ്രവർത്തിച്ചെന്ന് പറയും. കാരണം മുനി ഋഷിവര്യന്മാരൊക്കെ അറിയാലോ, സന്ധ്യാനേരത്തൊന്നും നമ്മൾ ആരും കിടന്നുറങ്ങാൻ പാടില്ല. വിളിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ വാക്ക് തെറ്റിച്ചെന്നാവും. അപ്പം അദ്ദേഹം ഉപേക്ഷിക്കും. വിളിച്ചില്ലെങ്കിലോ ധർമ്മം ചെയ്തില്ല എന്ന് പറയും. ഒരു ഭാര്യയുടെ കടമ എന്താണോ അത് നീ ചെയ്തില്ല എന്ന് പറയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലേക്ക് ആര് വന്നു? വാസുകി വന്നു. ധർമ്മനാശത്തിലും നല്ലത് വിരഹം തന്നെ. ഞാൻ അധർമ്മം ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്നെ അദ്ദേഹം ഉപേക്ഷിച്ചോട്ടെ. സന്ധ്യാനേരത്ത് അദ്ദേഹം കിടന്നുറങ്ങാൻ ഞാൻ വിട്ടാൽ അതൊരു അധർമ്മമായി പോവും. അധർമ്മം ചെയ്യേണ്ട, അതിലുപരി എന്നെ അദ്ദേഹം ഒഴിവാക്കിക്കോട്ടെ എന്നങ്ങ് തീരുമാനിച്ചു. അങ്ങനെ അവൾ എന്ത് ചെയ്തു? മുനിയെ വിളിച്ചുണർത്തി. എൻ്റെ വാക്കിനെ ധിക്കരിച്ച് നിന്നെ ഞാൻ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞു. ആര്? ജരൽക്കാർ. നീ എന്നെ വിളിച്ചുണർത്തി, എൻ്റെ ഉറക്കം കളഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞു. നീ വേഗം നിന്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ, ഇനി എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ചേട്ടൻ എന്നെ അങ്ങേക്ക് നൽകിയത്? വാസുകി ചോദിക്കാണ്. എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചിട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ പിന്നെ എന്തിനാണ് ചേട്ടൻ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിപ്പിച്ച് തന്നത്? വിവാഹിതയായ ഞാൻ, എന്നിൽ പൂർണ്ണ അവകാശം അങ്ങേക്കാണ്, ചേട്ടനല്ല. പിന്നെ ഞാൻ എന്തിനാണ് ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. എന്നെ എന്തിനു വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചയക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ മുനി പറഞ്ഞു, അതൊക്കെ ഞാൻ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് നീ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാസുകി എന്ത് ചെയ്ത്? ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഒരു നിവർത്തിയില്ല, വാസുകി നേരെ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ സഹോദരൻ ചോദിച്ചപ്പോൾ, എന്താ നീ തിരിച്ചു വന്നത് എന്ന് ചോദിച്ചപ്പോൾ വാസുകി പറയണം, അതുണ്ട്, എന്നെ അനുഗ്രഹിച്ചുകൊണ്ടാണ് മുനി എന്നെ വിട്ടിട്ട് പോയത്. ഇനി എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ വയ്യ. മുനിവാക്യം അസത്യമായി വരില്ല. മുനി ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്ത് എന്നെ ഉപേക്ഷിക്കുന്നു പറഞ്ഞിരുന്നു, എന്നെ അദ്ദേഹം ഉപേക്ഷിച്ചു. സഹോദരങ്ങൾ അപ്പോൾ ഈ വാസുകി തിരിച്ചു വന്നപ്പം അത് അവളുടെ സഹോദരൻ എന്ത് ചെയ്തു എന്നറിയോ? ഇപ്പൊ പൊതുവെ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച പെങ്ങന്മാര് ആ ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 1-2 ദിവസം നിൽക്കാൻ വരും. അതൊരാഴ്ച നിന്ന് കഴിഞ്ഞാൽ പിന്നെ സഹോദരനും സഹോദരന്റെ ഭാര്യയും കൂടെ ആ വന്നു കയറിയ പെണ്ണിന് ഒരു മുഖം കാണിക്കാൻ തുടങ്ങും. അതൊക്കെ വളരെ മോശമാണ്, അധർമ്മമാണ്, കാണിക്കരുത്. ഇപ്പൊ പെങ്ങന്മാര് ഒരു വഴക്കിട്ട് ഭർത്തൃ വീട്ടിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ കാര്യങ്ങൾ ഇരുത്തി സംസാരിച്ച് നല്ല വഴി കാണിച്ചു കൊടുക്കുക. തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുക. അല്ലാതെ കല്യാണം കഴിച്ചു വന്ന ഭാര്യയുമായി ചേർന്നിട്ട് കയറി വന്ന സഹോദരിയെ ഒരിക്കലും കുത്തരുത്. അത് അധർമ്മമാണ്. അത് നമ്മൾ നാളെ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അത് ചെയ്യരുത്. കൂടെ പിറന്ന സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്. എന്തിൻ്റെ പുറത്താണേലും വേദനിപ്പിക്കരുത്. ഒരേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് ഒരേ അമ്മയിൽ നിന്ന് ഓക്സിജൻ മുതൽ എല്ലാവരും സ്വീകരിച്ച് ഒരേ രക്തത്തിൽ ജനിച്ച സഹോദരങ്ങൾ തമ്മിൽ ഒരിക്കലും വഴക്കിടരുത്. 1008 പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളെ കല്യാണം കഴിച്ച നമ്മുടെ പാർട്ട്നേഴ്സ് പ്രശ്നം ഉണ്ടാക്കും. എന്നാലും എന്ത് ചെയ്യരുത്? സഹോദരങ്ങളെ ഒരിക്കലും വെറുക്കരുത്. ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ സഹോദരങ്ങളെ കാണരുത്. പിന്നെ നമ്മൾ എന്തോ ഒരു ഈശ്വരനെ വിളിച്ചിട്ടും കാര്യമില്ല, എത്ര നമ്മൾ ഭഗവാന്റെ മുമ്പിൽ കുമ്പിട്ടിട്ടും കാര്യമില്ല. സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട്
നീയോ വലുത് ഞാനോ വലുത് എന്നുള്ള മനോഭാവത്തിൽ കാണുന്നവർ ഈശ്വരനെ വിളിക്കാതിരിക്കുക. ഏറ്റവും വലിയ അധർമ്മമാണത്. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരാശ്രയം നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പൊ ഈ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കിടുകയാണെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആണ്. അങ്ങനെയുള്ള വ്യക്തികൾ പോയി ഭഗവാനെ വിളിക്കരുത്. ഏറ്റവും നല്ലത് മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നിട്ട് ഇനിയൊരു ജന്മം ദുരിതം അനുഭവിക്കാൻ വേണ്ടി എടുത്തോളൂ. അതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടരുത്. ഈ സമയത്ത് വാസുകി പൂർണ്ണ ഗർഭിണിയാണ്. മനസ്സിലായി? ഈ തിരിച്ചു വരുന്ന സമയത്ത് വാസുകി പൂർണ്ണ ഗർഭിണിയാണ്. അപ്പൊ വ്യാസൻ പറയാണ്, അവൾ പ്രസവിച്ച മകനാണ് ആര്? ആസ്തികൻ. ആ മഹാത്മാവ് അമ്മയുടെ കുലം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർപ്പയജ്ഞം തടഞ്ഞു. സർപ്പയജ്ഞം തടഞ്ഞത് ആരാണ്? ആസ്തികനാണ്. പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷകൻ കടിച്ചിട്ട് ശരീരം നഷ്ടപ്പെട്ട് മരിച്ചു എന്നുള്ള ആ ഒരു ദേഷ്യത്തിന് പരീക്ഷിത്ത് മഹാരാജാവിന്റെ മകൻ ജനമേജയ മഹാരാജാവ് നടത്തിയ സർപ്പസത്രത്തിൽ സർവസർപ്പങ്ങളും മരണമടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ സർപ്പങ്ങളെ രക്ഷിച്ചത് ആരാണ്? ജരൽക്കാരുവിന്റെയും വാസുകിയുടെയും മകനായിരിക്കുന്ന ആസ്തികൻ. മറന്നു പോകരുത് കേട്ടോ. രാജാവെ, അങ്ങ് ചെയ്തത് ഉചിതമായി. ആസ്തികനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയണം. അങ്ങനെ ഭാരതകഥ മുഴുവനും കേട്ടു അല്ലെ? അനേക പുണ്യകർമ്മങ്ങൾ ചെയ്തു. ഇതൊക്കെ ആയിട്ടും അങ്ങയുടെ പിതൃക്കൾക്ക് സദ്ഗതി വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരു കാര്യം ചെയ്യും, ഇത്രയും കഥ കേട്ടിട്ടും ഇതെല്ലാം ചെയ്തിട്ടും പിതൃക്കൾക്ക് സദ്ഗതി കിട്ടുന്നില്ല. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഭക്തിപൂർവം വ്യാസൻ പറഞ്ഞു കൊടുക്കാണ്, ഭക്തിപൂർവം ഒരു ദേവീ ക്ഷേത്രം നിർമ്മിക്കുക. സർവസിദ്ധിപ്രദമാണ് ദേവീ പൂജ. ദേവീ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവസിദ്ധിയും നമുക്ക് ലഭിക്കും. അമ്മയെ നമ്മൾ ആരാധിക്കുമ്പം വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ആരാധിക്കണം. അമ്മയെ ആരാധിക്കുന്നു. കൃഷ്ണൻ പിന്നെയും നമുക്കൊരു ഒരു 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 എന്താ പറയുക, നമ്മുടെ ഓളത്തിനനുസരിച്ച് ഇങ്ങനെ കളിക്കും. പക്ഷെ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം സ്ട്രിക്റ്റ് ആണ്. കൃഷ്ണന്റെ കാര്യത്തിൽ പോലും ശ്രീമതി രാധാറാണി ഭയങ്കരം സ്ട്രിക്റ്റ് ആണ്. എന്തൊക്കെ അമ്മ എന്ന വാക്കെന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ് അല്ലെ? അമ്മ എന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊരു വടിയാണ്. അച്ഛൻ പിന്നെയും വാത്സല്യമുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. അത്രയും ചിന്തിക്കുക. ആ അമ്മ തന്നെയാണ് ഈ ദേവി. ഈ ദേവി ഭയങ്കരം സ്ട്രിക്റ്റ് ആണ്. ഒരു രക്ഷയില്ല. ദേവിയെ ആരാധിക്കാനും ദേവിയെ പ്രാർത്ഥിക്കാനും ദേവിയുമായി ഇടപെടുന്നവരും വളരെയധികം സൂക്ഷിച്ചിടപെടുക. ഏത് ഭാവത്തിൽ ദേവിയെ ആരാധിച്ചാലും ദേവി കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഒരു തരത്തിലും ദേവിയുടെ കാര്യത്തിൽ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യരുത്. ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ കുലാഭിവൃദ്ധി, സുസ്ഥിരമായ രാജ്യം എല്ലാം നൽകുന്ന അഭയവരദായ ദേവി. ആ അമ്മയുടെ വേറെ ഒരു കഥ നമുക്ക് കേൾക്കാനുണ്ട്. കേൾക്കാൻ യോഗ്യമായിട്ട് ഇതിനു മേലെ മറ്റൊന്നുമില്ല. ആ അമ്മയെ നമ്മൾ ആരാധിച്ചു ആ അമ്മയുടെ കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ മഹത്തരമായിട്ട് മറ്റൊന്നില്ലെന്ന് തന്നെ പറയണം. ദേവിയുടെ ചരണാംബുജങ്ങൾ ഒഴികെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലെ? അമ്മയുടെ തൃപാദങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ പാദങ്ങൾ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ആരുടെ ഹൃദയത്തിലാണോ ഭഗവതി വസിക്കുന്നത് അവരുടെ ഭാഗ്യതിരേകം എങ്ങനെ വിവരിക്കും? ആരുടെ ഹൃദയത്തിലാണോ അമ്മ ഭഗവതി കുടികൊള്ളുന്നത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. ദേവീ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഭഗവതിയെ ആരാധിക്കുക, ഭഗവതിയോടൊപ്പം നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമേ അല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെക്കാൾ ബുദ്ധിയുള്ള ധന്യാത്മാക്കൾ ആരുമില്ല. ഭഗവതിയെ ആരാണോ ഹൃദയത്തിൽ സ്ഥാപിച്ചത് അവരെക്കാൾ വലിയൊരു ധന്യാത്മാക്കൾ ഇല്ല എന്ന് പറയണം. കാരണം ഭഗവാൻ പോലും ശ്രീമതി രാധാറാണിയെ അത്രത്തോളം ഹൃദയത്തിൽ എടുത്തു വെച്ചിരിക്കുന്നു അല്ലെ? ആ ശ്രീമതി രാധാറാണിയുടെ ഭാവങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്ന എല്ലാ ദേവീ ഭാവങ്ങളും. അപ്പൊ ആ ദേവിയെ നമ്മൾ ആരാധിക്കുമ്പം ഹരേ കൃഷ്ണ എന്ന് പറയുമ്പം ഹരേ എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. കൃഷ്ണന്റെ മുൻപിലാണ് ഹരേ നിൽക്കുന്നത്. ഭഗവാൻ അത്രയും സ്ഥാനം അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ ആ അമ്മയുടെ ചരണാംബുജങ്ങൾ, പാദങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവരെക്കാൾ വലിയ ധന്യാത്മാക്കൾ ആരുണ്ട്? ആരുമില്ല. ആ ജഗത് ജനനിയെ പൂജിക്കാതെ ഇരിക്കുന്നവർ ദുഃഖത്തിനടിമപ്പെടുന്നു. ആ ഒരു അമ്മയെ പൂജിക്കാത്തവര് ദുഃഖത്തിനടിമപ്പെടുകയാണ്. പൂജിക്കാത്തവര് ദുഃഖത്തിനടിമപ്പെട്ട് പോവാണ്. അപ്പം ഉറപ്പായിട്ടും നമ്മൾ അമ്മ ഭഗവതിയെ കൈവിടാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ ഏത് ക്ഷേത്രത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഭഗവതി ക്ഷേത്രം ഒരുപാടുണ്ട്. ഏത് കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാലും ദേവി ആരാധന ഉണ്ട്. സാക്ഷാൽ നമ്മുടെ പൂന്താനം തിരുമേനിയുടെ ഇല്ലത്ത് ചെന്ന് കഴിഞ്ഞാൽ തിരുമാന്താംകുന്നിൽ അമ്മയെ അവിടെ അറയിൽ പൂജിക്കുന്നുണ്ട് അല്ലെ?
ഒരു ദിവസത്തെ പൂജയിൽ എനിക്കതിൽ പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട്. തിരുമാന്താംകുന്നിൽ അമ്മയുടെ അവിടെ നിന്ന് നമ്മുടെ പൂന്താനം തിരുമേനിയുടെ ഇല്ലത്താറയിൽ വെച്ചിട്ട് അവിടെ ദേവിയെ പൂജിക്കുകയും ആ ദേവിയെ നമസ്കരിക്കുകയും ദേവിക്ക് കീർത്തനങ്ങൾ ചൊല്ലിക്കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവതിയെ, ജഗത് ജനനിയെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ കൃഷ്ണൻ പിന്നെ നമ്മളെ വിട്ടു പോവുമോ? ഒരിക്കലും പോവില്ല, ഒരു കാരണവശാലും പോവില്ല. ബ്രഹ്മാദി ദേവതകൾക്ക് സമാരാധ്യയായിരിക്കുന്ന ദേവിയെ പൂജിക്കാൻ മനുഷ്യർക്ക് താല്പര്യമില്ലാതിരിക്കൂ? ചോദിക്കുകയാണ്. ബ്രഹ്മാദി ദേവതകൾക്ക്, ബ്രഹ്മാവ് മുതൽ എല്ലാവർക്കും, അവര് പോലും പൂജിക്കുന്ന അമ്മയെ പൂജിക്കാൻ മനുഷ്യർ ഇഷ്ടപ്പെടാതിരിക്കൂ? ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയും പവർഫുള്ളാണ് അമ്മ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം മധുകൈടവന്മാരുടെ കഥ പറഞ്ഞപ്പം അവർക്ക് അനുഗ്രഹം കൊടുത്തത് ആരാണ്? ദേവിയാണ്. അതുകൊണ്ടാണ് കൃഷ്ണന് അവരോട് യുദ്ധം ചെയ്തിട്ട്, വിഷ്ണുവിന് യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെ ദേവി തന്നെയാണ് അതിനൊരു ഉപായം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ആ ദേവിയെ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ കുടികൊണ്ടുകൊണ്ട് ആരാധിക്കുക. ആ ദേവിയെ നമ്മൾ ആരാധിക്കുമ്പം കൃഷ്ണൻ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് എത്തും. ഒരു സംശയവും ഇല്ല. ഓട്ടോമാറ്റിക്കലി കൃഷ്ണൻ നമ്മളുടെ അടുത്തേക്ക് എത്തും. ചിന്തിച്ചു നോക്കിക്കേ. ഇത് നിത്യവും കേൾക്കാൻ ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്ന പറയുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനഃശാന്തിയും നിങ്ങളുടെ പിതൃക്കൾക്ക് സദ്ഗതിയും ഉണ്ടാവും. അനശ്വരമായ സ്വർഗം പോലും നിങ്ങൾക്ക് ലഭിക്കും. ദേവി ഭാഗവത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദേവിയെ ആരാധിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ വെക്കരുത്. രാധാകൃഷ്ണ സങ്കല്പം എന്നാണ് പറയുന്നത്. കൃഷ്ണരാധ സങ്കല്പം എന്നല്ല, രാധാകൃഷ്ണ സങ്കല്പം. ഹരേ കൃഷ്ണ. ഹരേ എന്ന് പറഞ്ഞാൽ ദേവി. ദേവിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ദേവി ചില്ലറക്കാരിയല്ല. എളുപ്പം അടുക്കാനും പറ്റില്ല, ഒരു തരത്തിലും അടുക്കാൻ പറ്റില്ല. ദേവിയെ നമ്മൾ അങ്ങനെ കൊണ്ടുനടന്നാലേ നമുക്ക് നടക്കൂ, ഇല്ലെങ്കിൽ നടക്കില്ല. ഇവിടെ ശ്രീമതി രാധാറാണിയും അങ്ങനെയാണ്. ഭയങ്കരം സ്ട്രിക്റ്റ് ആണ്. ഞാൻ ഈ 2 ദിവസവും അത് അനുഭവിച്ച ഒരാളാണ്. ഭയങ്കരം സ്ട്രിക്റ്റ് ആണ്. കൃഷ്ണനെ, കിച്ചുവിനെ പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിർത്താം. രാധാറാണി ഒരു രക്ഷയില്ല. ഒരു ചെറിയ അശുദ്ധി പോലും രാധാറാണിയുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുണ്ട്. ഭയങ്കരം സ്ട്രിക്റ്റ് ആണ് രാധാറാണി. അപ്പം അതുകൊണ്ട് തന്നെ ദേവി ആരാധന എല്ലാവരും ഇന്നു മുതൽ തുടങ്ങുക. അമ്മയെ പ്രാർത്ഥിക്കുക. ഏറ്റവും കുറഞ്ഞത് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അത്രയെങ്കിലും നമ്മൾ ജപിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സ്വാതികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അതെങ്കിലും ജപിക്കുക. ആ ഒരു മന്ത്രമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കുക. ഭഗവതി നമ്മുടെ കൂടെ ഉണ്ടാവണം. ഭഗവതിയെ മാറ്റി നിർത്തി നമ്മൾ ഒന്നും ചിന്തിക്കരുത്. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അന്തരാർത്ഥം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇപ്പം ഞാനെന്നൊരു വ്യക്തി ജീവിച്ചിരിക്കുന്നു. എക്സാമ്പിളാണ്, കേട്ടോളൂ. അപ്പം ഞാനിപ്പം മരിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക? എൻ്റെ മകൻ എനിക്ക് ബലിതർപ്പണം ചെയ്യും, അല്ലേ? എൻ്റെ മകൻ എനിക്ക് ബലിതർപ്പണം ചെയ്തിട്ട് ഞാൻ മരിച്ച് ഞാനൊരു പുതിയ യോനിയിൽ ജനിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗിരിജ സുനിൽ, ഗിരിജ മാതാജി ഗർഭിണിയാണെന്ന് കരുതാം. എക്സാമ്പിളാണ്, തെറ്റിദ്ധരിക്കരുത്. അപ്പം ഗിരിജ മാതാജി ഗർഭിണിയാണ്. അപ്പം ഞാൻ മരിച്ചു. അമ്പിളി എന്ന് പറയുന്നൊരു വ്യക്തി മരിച്ചു. ഗിരിജ മാതാജിക്ക് ഞാനൊരു കുഞ്ഞായി ജനിക്കുന്നു. ക്ലിയർ? ശ്രദ്ധിച്ച് കേൾക്കണം, കൺഫ്യൂഷൻ ആവരുത്. ഇത്രയും മനസ്സിലായോ? അമ്പിളി എന്ന് പറയുന്നൊരു വ്യക്തി ജീവിച്ചു. ഒരു 10, 80, 90 വയസ്സായി. ഞാൻ മരിച്ചിട്ട് ഞാൻ പോയിട്ട് നേരെ ഗിരിജ മാതാജിയിൽ ജനിക്കുകയാണ്. ഒരു കുട്ടിയായി ജനിക്കുകയാണ്. അപ്പം ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ മകന് ഒരു 50 വയസ്സുണ്ടെന്ന് കരുതിക്കും. ഞാനൊരു 80 വയസ്സ്. അങ്ങനെ 80ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ച് ഞാൻ ഗിരിജ മാതാജിയുടെ കുഞ്ഞായി ജനിച്ചു. എൻ്റെ മകൻ അപ്പോൾ ഒരു 60 വയസ്സ്. എൻ്റെ മകൻ എന്താ ചെയ്യുക? നേരെ പോയിട്ട് ബലിതർപ്പണം ചെയ്യും. അപ്പം ഞാനിപ്പുറത്ത് ജനിച്ചു കഴിഞ്ഞു, അല്ലേ? ജനിച്ചു കഴിഞ്ഞ് എൻ്റെ മകൻ ബലിതർപ്പണം ചെയ്യണം. എൻ്റെ ഫോട്ടോ ഒക്കെ വീട്ടിൽ വെച്ച് മാലയൊക്കെ ഇട്ട് എൻ്റെ മകൻ ബലിതർപ്പണം ചെയ്തു. ഈ ബലിതർപ്പണം ചെയ്ത് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കണം, എൻ്റെ അമ്മയ്ക്ക് മോക്ഷം ലഭിക്കണം എന്നൊക്കെ പറഞ്ഞാണല്ലോ ബലിതർപ്പണം ചെയ്യുന്നത്. അപ്പം ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ ആ ജന്മമെടുക്കുന്ന സമയം മുതൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ ആ ചെയ്തതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാനാണ് നമ്മൾ ജനിക്കുന്നത്, അല്ലേ? അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാനാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പം ഞാൻ അവിടെ അമ്പിളി എന്ന് പറയുന്ന വ്യക്തിയായി ജനിച്ചു മരിച്ചു. ഗിരിജ മാതാജിയുടെ മകളായി ഞാൻ ജനിച്ചു. ആ ജനിക്കുന്ന സമയം മുതൽ
അമ്പിളി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും തെറ്റുകളും എല്ലാം അനുഭവിക്കാനാണ് ഞാൻ വീണ്ടും ജനിക്കുന്നത്. അപ്പൊ അത് അനുഭവിച്ചു തുടങ്ങുമ്പോൾ ഇവിടെ എൻ്റെ മകൻ എനിക്ക് ബലിതർപ്പണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അനുഗ്രഹം എൻ്റെ ഈ ജന്മത്ത് കിട്ടുകയാണ്. ഗിരിജാ മാതാജിയുടെ മകളായി ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ മകൻ അമ്മ മരിച്ചു എന്നുള്ള ഓർമ്മയിലാണ് അവൻ അവിടെ ബലിതർപ്പണം ചെയ്യുന്നത്. അതിന്റെ അനുഗ്രഹം എനിക്ക് ഗിരിജാ മാതാജിയുടെ മകളായി നിലനിൽക്കെ എനിക്ക് ലഭിക്കുകയാണ്. അപ്പൊ ആ ഗിരിജാ മാതാജിയുടെ മകളായി ഞാൻ ജനിച്ച് ജീവിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം ഇപ്പുറത്ത് ഈ പിതൃബലി ഓരോ വർഷവും ചെയ്യുമ്പം അതിന്റെ അനുഗ്രഹം കൊണ്ട് കുറഞ്ഞു 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 വരികയാണ്. ക്ലിയർ? അങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ മക്കള് ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിക്കുന്നു. ഞാൻ ഓൾറെഡി ഇവിടെ ജനിച്ച് എനിക്ക് ഇത്രത്തോളം ഞാൻ വളർന്നു. അപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ എൻ്റെ മക്കൾ ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിക്കുന്നു. അവരെനിക്ക് വേണ്ടി ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പിതൃതർപ്പണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പിതൃതർപ്പണത്തിന്റെ അനുഗ്രഹം എനിക്ക് ഈ ജന്മത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ജന്മത്ത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമെല്ലാം അനുഭവിക്കാൻ ഈ ജന്മത്ത് ജീവിക്കുമ്പോൾ അവരവിടെ പിതൃതർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്കിവിടെ അതിന്റെ ഒരു മനഃശാന്തി എൻ്റെ ഈ ജന്മത്ത് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സൈക്കിളാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ മക്കൾ ഓൾറെഡി ഇപ്പോഴും നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ മക്കൾ ഇപ്പോഴും ജീവനോടെ എവിടേക്കോ ഇരിക്കുന്നുണ്ട്. അവര് പിതൃതർപ്പണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ജന്മത്തിലെ ദുരിതങ്ങൾക്ക് ഒരു അയവ് വരികയാണ്. ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാരാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പിതൃതർപ്പണം ചെയ്യുമ്പോൾ, ഇനി അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പിതൃതർപ്പണം ചെയ്യുമ്പം, ജയ് ഗുരുദേവ്, പിതൃതർപ്പണം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? അവര് വീണ്ടും ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ജന്മത്തിൽ അവരിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജന്മത്തിലെ പ്രയാസങ്ങൾക്കൊരു അയവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? അപ്പൊ ഈ പിതൃബലിക്കൊക്കെ ഭയങ്കര ശക്തിയുണ്ട്. പിതൃബലി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാവ് ബലി അങ്ങനെയുള്ള ബലിതർപ്പണങ്ങളൊന്നും മുടക്കാതിരിക്കുക. വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ചെയ്യുക. ഓക്കെ? അതൊന്നും മുടങ്ങി പോവരുത്. നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതെല്ലാം ചെയ്യണം. ഓക്കെ? ഇനി ശ്രീമദ് ദേവി ഭാഗവതത്തില് ജനമേജയ പ്രശ്നം, എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. ജനമേജയ പ്രശ്നം എന്ന് പറയാവുന്ന കേൾക്കാം നമുക്ക്. ഭഗവാൻ ഭവതാ പ്രോക്തം യജ്ഞമഭാഭിധം മഹത് സാഖാഖദം സമുത്പന്നാ കുത്ര കസ്മാചാ കിം ഗുണാ കീദൃശ്ചാമഗസ്തസ്യാ സ്വരൂപം കീദൃശ്യം തദാ വിധാനം വിധിവത് ബ്രൂവി സർവജ്ഞോ സിദ്ധയാധിനേ. ജനമേജയൻ പറയാണ്, എല്ലാവരും ലളിത സഹസ്രനാമം ജപിക്കണം കേട്ടോ. ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം എല്ലാവരും ജപിക്കണം. ആരും മഞ്ജരീസിലുള്ള ഒരാൾ പോലും ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ജപിക്കാതിരിക്കരുത്. ഒരു റൊട്ടീനാക്കും. രാവിലെ ലളിത സഹസ്രനാമം, വൈകിട്ട് വിഷ്ണു സഹസ്രനാമം. ഒരു 20 മിനിറ്റ് പോലും വേണ്ട, ഡെയിലി അത് ചെയ്യും. നല്ലതാണ്. ദേവി മാഹാത്മ്യത്തിന്റെ ചെറിയ ബുക്ക് ഉണ്ട്. ആർക്കെങ്കിലും ലളിത സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ആവശ്യമുണ്ടെങ്കിൽ സൂപ്പർ, തിരുനാവായ പോയല്ലേ, ആവശ്യമുണ്ടെങ്കിൽ മഞ്ജരീസിലെ മെസ്സേജ് ഇട്ടോളൂ. ഞാൻ ഇനിയിപ്പം എല്ലാവരുടെ മെസ്സേജും ഇന്നും നാളെയൊക്കെ ആയിട്ട് നോക്കി തുടങ്ങും. കുറേ മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട്, എല്ലാം നോക്കി തുടങ്ങും. സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ബില്ലും എല്ലാം ഇട്ട് തരാം. അപ്പം രാവിലെ ലളിത സഹസ്രനാമം, വൈകിട്ട് വിഷ്ണു സഹസ്രനാമം. അപ്പോൾ കുറച്ച് കടുകട്ടി വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളത് വിഷമിക്കൊന്നും ചെയ്യണ്ട. ഒരു ലഘു ഗുരു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ നമ്മൾ പണ്ട് സ്കൂളിൽ? ഇങ്ങനെ ലഘു ഗുരു, മഞ്ജരി, കാകളി, വൃത്തം ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെ ഒരു 3 വേട് അതിങ്ങനെ വെറുതെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോഴേ ഞാനതാ പറഞ്ഞത്, വെറുതെ സമയം കളയുന്ന നേരം കൊണ്ട് ആ ബുക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്നിട്ട് ബിന്ദമ്മ ഒന്ന് വായിക്കുക. എന്നിട്ട് ആ മൂന്നക്ഷരം പിടിച്ചിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് എൻ്റെ ലളിത സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം എടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പയ്യെ നമുക്ക് എന്ത് ചെയ്യാം, വായിക്കാൻ കിട്ടും. മറ്റേത് വിട്ടുപോകരുത്. ഇത് വളരെ അനിവാര്യമാണ്, വായിക്കണം. ഓക്കെ? അപ്പം നമ്മളിവിടെ ലളിത സഹസ്രനാമത്തിൽ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ധ്യാനം മുതൽ വായിച്ചു തുടങ്ങണം കേട്ടോ. പ്രാരംഭം മുതൽ അസി ശ്രീ ലളിതാ സഹസ്രനാമസ്തോത്ര മഹാമന്ത്ര ശിവശിനാദി വാക് വേറെ അങ്ങനെ വായിച്ചു തുടങ്ങിയിട്ട് അത് ഇത്രയും സ്പീഡിൽ വായിക്കരുത്, മനസ്സിരുത്തി പയ്യെ വായിച്ചു പോവാം.
അപ്പൊ അതിൽ ധ്യാനം അത് ന്യാസം മുതൽ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ധ്യാനത്തിലേക്ക് എത്തണം. സിന്ദൂരാരുണ വിഗ്രഹം എന്നാണ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത്. അപ്പൊ ആ സിന്ദൂര അങ്ങനെ ഓരോ വേർഡ് ബൈ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ വരച്ചിടുക. ആദ്യമായിട്ട് വായിക്കുന്നവർക്കാണ് പറഞ്ഞിരുന്നത് കേട്ടോ. വരച്ചിട്ടിട്ട് ഓരോ വാക്കുകൾ പെറുക്കി വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. വായിക്കാതിരിക്കരുത്, വായിക്കാൻ ശ്രമിക്കുക. കടുകട്ടി വാക്കുകളാണ്, എനിക്ക് വായിച്ചാൽ കിട്ടൂല എന്നൊന്നും ചിന്തിക്കുക. എല്ലാവർക്കും കിട്ടും, ശ്രമിച്ചാൽ എല്ലാവർക്കും കിട്ടും. സിന്ധൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യമൗലീ സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീമാഭീന വക്ഷോരുഹാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ചു പോവാം. അത് വളരെ നല്ലതാണ്. ഇതേപോലെയുള്ള ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ അയച്ചു തരാം. എന്നിട്ട് ഡെയിലി രാവിലെയും വൈകിട്ടും ലളിത സഹസ്രനാമം, രാവിലെ വൈകിട്ട് വിഷ്ണു സഹസ്രനാമം, അല്ലെങ്കിൽ നേരെ രാവിലെ വിഷ്ണു സഹസ്രനാമം വൈകിട്ട് ലളിത സഹസ്രനാമം. ഈ 2 എണ്ണം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേ ചെയ്യരുത്. ഓക്കെ, തീർത്തും എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് വായിച്ചു പോവാം. നമ്മളത് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ അത് വീട്ടിൽ പ്ലേ ചെയ്തത് കൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ നാക്ക് കൊണ്ട് വായിക്കുമ്പോഴാണ് അതിന് കാര്യമുള്ളത്. അപ്പൊ അത് മുടങ്ങാതെ വായിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത് മറക്കരുത്. ഇനി നമ്മുടെ ശ്രീമദ് ദേവി ഭാഗവതത്തില് എന്താണ് ജനമേജയ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. 3-ാം അധ്യായമാണ്. 3-ാം അധ്യായത്തിൽ നമ്മൾ 1-ാമത്തെ ഇതെടുക്കുകയാണ് കേട്ടോ. ജനമേജയൻ പറയാണ് ഭഗവാൻ അങ്ങ് അംബാ യജ്ഞത്തെ പറ്റി പറയുകയുണ്ടായി. എന്താണ്? ഭഗവാൻ അങ്ങ് അംബാ യജ്ഞത്തെ പറ്റി പറയുകയുണ്ടായി. എന്താണ് അംബാ യജ്ഞം? നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു യജ്ഞം കേട്ടിട്ടില്ല. ആരാണ് ഈ അംബ? ആരാണ് അംബ? എന്താണ് അംബാ യജ്ഞം? എങ്ങനെയാണ് ആ ദേവിയുടെ ആവിർഭാവം? ആ ദേവി എങ്ങനെ ഉണ്ടായി? അംബ എന്ന് പറയുന്ന ദേവി എങ്ങനെ ഉണ്ടായി? ആ യജ്ഞത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ആ യജ്ഞം നടത്തേണ്ടത്? അങ്ങ് സർവജ്ഞനായിരിക്കുന്ന ഒരു ബ്രാഹ്മണ ഉത്തമനായതുകൊണ്ട് അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ യോഗ്യൻ തന്നെയാണ്, അല്ലെ? നമുക്കും അറിയണം ഇതൊക്കെ എന്താണെന്നുള്ളത്. ബ്രഹ്മാണ്ടം എങ്ങനെയുണ്ടായി എന്നും കൂടി ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ ഇങ്ങനെ 3 ത്രിമൂർത്തികൾ സഗുണരൂപത്തിൽ ഉള്ളതായിട്ട് എനിക്കറിയാം. ജനമേജയം പറയാണ് അംബ എങ്ങനെയുണ്ടായി, എന്താണ് അംബാ യജ്ഞം, സൃഷ്ടിസ്ഥിതി സംഹാരണത്തിനായിട്ട് എന്താണ്, അതൊന്നും കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും വായിച്ചോളൂ ലക്ഷ്മി. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടായത്? ആരോ വേറെ എന്തൊക്കെയോ ഡൗട്ട്സ് ചോദിച്ചിരുന്നു, വലുതായതുകൊണ്ട് എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കണം. അപ്പോഴേക്കും കമന്റ്സ് ഇങ്ങനെ മാറിപ്പോയി. എങ്ങനെയാണ് ഈ ത്രിമൂർത്തികൾ ഇങ്ങനെ സഗുണ രൂപത്തിൽ ഉണ്ടായത്? ഇതൊക്കെ ഒന്ന് പറയണം. ഇവർ 3 പേരും സ്വതന്ത്രരാണോ? ഈ വിഷ്ണു, ബ്രഹ്മദേവൻ, ശിവൻ ഇവരൊക്കെ 3 പേരും സ്വതന്ത്രമായിട്ടിരിക്കുന്നവരാണോ? അല്ലെങ്കിൽ അവരാരുടെയെങ്കിലും ഒരു വരുതിയിലാണോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ഒന്ന് അറിയണം എന്നാരാ പറയുന്നത്? ജനമേജയൻ പറയാണ്. അവർക്ക് ജനന മരണങ്ങളൊക്കെ ഉണ്ടോ? ഈ വിഷ്ണുവിനും ബ്രഹ്മദേവനും ശിവനും ഒക്കെ ജനന മരണങ്ങളൊക്കെ ഉണ്ടോ? ഇതും അറിയണം. അവർക്ക് ആദിത്രയങ്ങൾ അനുഭവിക്കാറുണ്ടോ? അവര് കാലനിബദ്ധരാണോ? ഈ പ്രബലന്മാർ കാലത്തിനനുസരിച്ചിട്ടാണോ ഇവർ ജീവിക്കുന്നത്? ഇവരാരുടെയെങ്കിലുമൊക്കെ വരുതിയിലാണോ നിൽക്കുന്നത്? അവർക്ക് സന്തോഷം, വിഷമം, ഉറക്കം, മടി ഇങ്ങനെയുള്ള മാനുഷിക വികാരങ്ങളൊക്കെ ഈ ത്രിമൂർത്തികൾക്ക് ഉണ്ടോ? അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെ സപ്തധാതുക്കളാൽ നിർമ്മിതമാണോ? അവരെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് വെച്ചിട്ടാണ് അവരുടെ ശരീരമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്? അവരുടെ ആയുസ്സൊക്കെ എത്രയാണ്? ഇവർക്ക് ഇന്ദ്രിയ സുഖങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ ഇഷ്ടമുണ്ടോ? അല്ലെങ്കിൽ അവരത് അനുഭവിക്കുന്നുണ്ടോ? അവരൊക്കെ എവിടെയാ ജീവിക്കുന്നത്? അവരുടെ വിഭൂതി വിശേഷങ്ങളൊക്കെ എന്താണ് അതൊക്കെ? അതൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജനമേജയൻ പറയണം ഇതൊക്കെ എനിക്ക് അറിയണം, ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ്. അതുപോലെ നമുക്കും ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അല്ലേ? കുറേയൊക്കെ നമ്മൾ പലതും പഠിച്ചു, എന്നാൽ ഇതൊക്കെ എനിക്കും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ദയവായി ഇതൊക്കെ ഒന്ന് വിവരിച്ചു തരൂ, എന്തൊക്കെയാന്നുള്ളതൊന്ന് പറഞ്ഞു തരൂ. അപ്പൊ വ്യാസൻ പറയാണ്, ദേവീ കവചവും ചൊല്ലാം, ഒന്നും കുഴപ്പമില്ല. അപ്പൊ വ്യാസൻ പറയാണ്, ബ്രഹ്മാദികൾ ആരിൽ നിന്നുമാണ് ഉദ്ഭൂതമായത് എന്ന ചോദ്യം, ബ്രഹ്മാദികൾ അതായത് ബ്രഹ്മദേവനും വിഷ്ണുവും ശിവനും ഒക്കെ ആരിൽ നിന്നാണ് തുടക്കം കുറിച്ചത് എന്ന ചോദ്യം വളരെ ഗഹനമാണ്, വളരെ രഹസ്യമാണ്. അത് പെട്ടെന്നൊന്നും നമുക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല. അതിന് ഉത്തരം തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്.
പണ്ട് നാരദമുനിയോട് ഞാനും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. വ്യാസൻ പറയാണ്, പണ്ട് ഇതേ ചോദ്യം ഞാൻ നാരദമുനിയോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗംഗയുടെ തീരത്ത് മഹാനായിരിക്കുന്ന നാരദമുനിയെ ഒരു ദിവസം ഞാൻ കണ്ടു. വ്യാസൻ എന്താ പറയുന്നത്? പറയാണ്, വ്യാസൻ ജനമേജയനോട് പറയാണ്, പണ്ട് ഗംഗയുടെ തീരത്ത് മഹാനായ നാരദമുനിയെ ഞാൻ ഒരു ദിവസം കണ്ടു. പാദനമസ്കാരമൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് അങ്ങ് ഇരുന്നു. അദ്ദേഹത്തോട് ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഭഗവാനെ, ഈ വിസ്തൃതമായിരിക്കുന്ന ഈ വലിയ എന്താ പറയാ, ഉഷാമാതാജി എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ആശയ വരെ പോകുന്നു, മനസ്സിലായില്ല. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തോട് ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, ഭഗവാനെ, ഈ വലിയ ബ്രഹ്മാണ്ടത്തെ ആരാണ് നിർമ്മിച്ചത്? ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇത് എന്തിൽ നിന്നാണ് ഉണ്ടായത്? ഇത് നിത്യമായിരിക്കുമോ ഈ ബ്രഹ്മാണ്ടം? അല്ലെങ്കിൽ ഇത് പോയി പോവോ? ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരാളാണോ അല്ലെങ്കിൽ പല ആൾക്കാരാണോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്? ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണുള്ളത്? ഈ ബ്രഹ്മാണ്ടം നിർമ്മിച്ചതിന്റെ പിന്നിൽ ആരൊക്കെയാണുള്ളത്? കർത്താവില്ലാതെ ഒരു കാര്യമുണ്ടാവുക എന്നുള്ളത് വിരോധാഭാസമാണല്ലോ. സൃഷ്ടിക്കാൻ ഒരാൾ വേണമല്ലോ. അതില്ലാതെ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ കുറേ സംശയങ്ങൾ എന്നിലുണ്ട്. നമ്മുടെ വ്യാസൻ നാരദ മുനിയോട് പറയാണ്, അക്ഷയയിൽ പോകുന്നു. ഓക്കെ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ ആകെ കൺഫ്യൂഷനാണെന്ന് വ്യാസൻ പറഞ്ഞു. ഇതുപോലെയുള്ള സംശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ശ്രീമതി രാധാറാണി തന്നെയല്ലേ ഭഗവാൻ കൃഷ്ണൻ? അപ്പം അങ്ങനെയൊക്കെ തോന്നും. അതിലൊന്നും യാതൊരു തെറ്റുമില്ല, കുഴപ്പമില്ല കേട്ടോ. അങ്ങ് എന്നെ ആ സംശയങ്ങളുടെ മറുകരയിൽ എത്തിച്ചു തരണം. വ്യാസൻ പറയണം, ഇതുപോലുള്ള സംശയങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ട് നാരദമുനി, അങ്ങ് എത്രയും പെട്ടെന്ന് എനിക്ക് ഈ സംശയങ്ങളൊക്കെ ഒന്ന് തീർത്തു തരണം. ജന്മനാശമില്ലാത്ത ആത്മാരാമനായിരിക്കുന്ന സദാശിവനായിരിക്കുന്ന മഹാദേവനാണ് ഇതിന് കാരണക്കാരനെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണം മഹാദേവനാണെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന സർവധോന്മുഖനും സർവനാഥനും സർവസാക്ഷിയും സർവശക്തിയും ആദ്യന്തഹീനനും അവ്യക്ത ചിതാത്മാവുമായിരിക്കുന്ന മഹാവിഷ്ണുവാണ് പ്രപഞ്ചനിധാനമെന്ന് മറ്റുള്ളവർ പറയുന്നു. ചില ആൾക്കാർ പറയുന്നു മഹാവിഷ്ണുവാണെന്ന്, ചില ആൾക്കാർ പറയുന്നു മഹാദേവനാണെന്ന്. നാഭി പത്മസമുദ്ഭവനായിരിക്കുന്ന സർവഭൂതങ്ങൾക്കും ജീവനേകുന്ന സൃഷ്ടാവായിരിക്കുന്ന ചതുരാനനൻ ബ്രഹ്മാവിനെയാണ് ചിലരൊക്കെ പ്രപഞ്ചനാഥനായിട്ട് കരുതുന്നത്. ചില ആൾക്കാർ പറയുന്നു ബ്രഹ്മദേവനാണെന്ന്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒന്ന് അർത്ഥം എനിക്ക് പറഞ്ഞു തരണം. ചില വേദ പണ്ഡിതന്മാർ പറയുന്നത് സൂര്യനാണ് സർവനാഥൻ എന്ന്. അവർ രാവിലെയും വൈകിട്ടും സൂര്യനെ പൂജിക്കുന്നു. സഹസ്രാക്ഷനായിരിക്കുന്ന സോമപ്രിയൻ ദേവദേവനായിരിക്കുന്ന ഇന്ദ്രനെയാണ് ചിലർ പൂജിക്കുന്നത്. ചിലർ വരുണനെ പൂജിക്കുന്നു, ചിലർ വായുവിനെ, ചിലർ അഗ്നിയെ, ചിലർ കുബേരനെ, ചന്ദ്രനെ, യമനെ, പലരും പല 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 ദേവീദേവന്മാരെയാണ് പൂജിക്കുന്നത്. സർവസിദ്ധിപ്രദായകനായിരിക്കുന്ന ഗണപതിയെ പൂജിക്കുന്ന ആൾക്കാരും ഉണ്ട്. പ്രമുഖരായിരിക്കുന്ന ആചാര്യന്മാർ ചിലർ ആദിമയനായിരിക്കുന്ന ഭവാനി ദേവിയെ പൂജിക്കുന്നു. മഹാശക്തി സ്വരൂപിണിയും നിത്യയും പ്രകൃതിയും പൂർണ്ണയും പരമപുരുഷ വിധേയമായിരിക്കുന്ന ദേവിയാണ് സർവശക്ത എന്നാണ് അവർ പറയുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയും സർവവ്യാപിനിയുമായിരിക്കുന്ന അമ്മ ബ്രഹ്മൈക്യം നേടിയവളാണ്. ആദ്യന്തമില്ലാത്ത നിർഗുണയാണെങ്കിലും സർവജീവജാലങ്ങൾക്കും സഗുണയായിരിക്കുന്ന ജനനി, അതായത് ആ അമ്മ, അവളാണ് ശൈവി വൈഷ്ണവി ബ്രാഹ്മി യൈന്ദ്രി വരാഹി വാരുണി നാരസിംഹ മഹാലക്ഷ്മി. അങ്ങനെയുള്ള പേരുകളിലെല്ലാം പ്രശസ്തിയായിരിക്കുന്ന ദേവി സംസാര വൃക്ഷത്തിന്റെ തായ്വേരാണ്. അമ്മയാണ് ഈ സംസാര വൃക്ഷത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളെയും പ്രദാനം ചെയ്യുന്ന ആ അമ്മ മോക്ഷമേകുന്ന ഗുണാതീതയായിരിക്കുന്ന വിദ്യാസ്വരൂപിണിയാണ്. ത്രിഗുണങ്ങളെ മഹത്വാഹങ്കാര ഭാവങ്ങളാക്കി മാറ്റുന്നതും ദേവി തന്നെ.
നിരഞ്ജനം, നിരാകാരം, നിർലേപം, നിർഗുണം, പരം സർവവ്യാപകം ബ്രഹ്മം. ഇങ്ങനെയൊക്കെയാണ് വേദങ്ങൾ ദേവിയെക്കുറിച്ച് പറയുന്നത്. ഇവളെയാണ് തേജസ്സിന്റെ ഉറവിടമായിരിക്കുന്ന പരമപുരുഷനാണ് ഇതെന്ന് പറയുന്ന വേദവാദികളുമുണ്ട്. അമ്മ തന്നെയാണ് എല്ലാത്തിൻ്റെയും തുടക്കമെന്ന് പറയുന്ന വേദവാദികളുമുണ്ട്. സഹസ്രാക്ഷനും സഹസ്രശീർഷനും സഹസ്രബാഹുവുമായിരിക്കുന്ന പരമപുരുഷനായി ആകാശം പാദമാക്കിയ വിഷ്ണുവാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. ഇതിൽ ആരെയാണ് ഞാൻ അംഗീകരിക്കേണ്ടത്? ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? പരമപ്രശാന്തമായിരിക്കുന്ന ആ വിരാട്ടിൽ രജസില്ല. ജഗത്തിന്റെ കാരണമായിരിക്കുന്ന പുരുഷോത്തമനെയാണ് അവർ സ്തുതിക്കുന്നത്. വ്യാസനാകെ കൺഫ്യൂഷനാണ്. ഇതിൽ ആരാണ്, എന്താണ്, ഏതാണ് ഒന്നും വ്യാസന് മനസ്സിലാവുന്നില്ല. എന്നാൽ യാതൊരു വിധത്തിലും പ്രഭുവായ ഒരു ഈശ്വരൻ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും ചില ആൾക്കാർ പറയുന്നു. പ്രഭുവായിരിക്കുന്ന, എല്ലാത്തിനും മുകളിൽ ഇരിക്കുന്ന ഒരാള്, അങ്ങനെ ഒരാൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നും ചില ആൾക്കാർ പറയുന്നുണ്ട്. ചിന്തകൾക്ക് വഴങ്ങാത്തതാണ് ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി കാരണങ്ങൾ എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. പ്രപഞ്ചം തന്നെയാണ് സത്ത്. അതിനായിട്ട് പ്രത്യേകിച്ചൊരു ഈശ്വരനൊന്നുമില്ല. പ്രപഞ്ചമാണ് സത്ത്. തനിയെ ഉദ്ഭൂതമായിരിക്കുന്ന ജഗത്തിന് ആരുടെയെങ്കിലും മേൽ കർത്തവ്യം ആരോപിക്കുന്നതിൽ അർത്ഥവുമില്ല. പ്രകൃതി പോലും ജഗത്തിന്റെ കർത്താവല്ല. പ്രകൃതി പോലും ജഗത്തിന്റെ ഓണറല്ല എന്ന് പറയുന്നു. കപിലൻ മുതലായ മുനിമാർ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതുപോലെയാണ് കപിലൻ പറയുന്നത്. ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. വ്യാസൻ പറയാണ്, ധർമ്മം എന്നാൽ എന്താണ്? അധർമ്മം എന്നാൽ എന്താണ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സത്വത്തിൽ നിന്നുമുണ്ടായ ദേവന്മാരും മറ്റ് അധാർമികരായിരിക്കുന്ന അസുരന്മാരുടെയും പീഡനങ്ങൾക്ക് വിധേയരാകാൻ കാരണം എന്താണ്? സത്യവൃത്തരായിരിക്കുന്ന പാണ്ഡവർ എന്താണ് ഇത്രയും ദുഃഖം അനുഭവിക്കാൻ കാരണം? ധർമ്മവ്യവസ്ഥയെ പറ്റി എനിക്ക് ആകെ സംശയമുണ്ട്. എൻ്റെ ഈ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ അങ്ങേക്ക് സാധിക്കില്ലേ? സംസാരക്കടലിൽ ഒരെത്തും പിടിയില്ലാതെ ഞാനിങ്ങനെ യാത്ര ചെയ്യാണ്. അറിവിൻ്റെ ആ ഒരു കപ്പലിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റാൻ നാരദമുനെ അങ്ങേക്കല്ലാതെ ആർക്കാ സാധിക്കുക? അങ്ങേക്ക് മാത്രമേ സാധിക്കൂ, വേറെ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് നാരദമുനെ എനിക്കിതെല്ലാം ഒന്ന് പറഞ്ഞു തരൂ, എന്നാലേ എനിക്കിതൊക്കെ ഒന്ന് മനസ്സിലാവും. വ്യാസൻ പറയാണ്. അപ്പോൾ നമ്മുടെ വ്യാസൻ പറയാണ്, ശ്രീമദ് ദേവി ഭാഗവതത്തിലെ 3-ാം അധ്യായത്തിൽ 2-ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. യത്വായ ച മഹാബാഹോ പൃഷ്ടാഹം കുരു സത്തമ താൻ പ്രശ്നാൻ നാരദ പ്രാഹാമയോ പൃഷ്ടോ മുനീശ്വര വ്യാസാ കിം ധേ ഭ്രമീ മൃത്യേ പുരായം സംശയോ മമ ഉത്പന്നോ ഹൃദേ തീർത്ഥം സന്ദേഹോ സാരപീഡിത. വ്യാസൻ പറയാണ്, മഹാഭാഗോ, അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം തരാം. വ്യാസദേവൻ പറയാണ്, മഹാഭാഗോ, അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ജനമേജയനാണ് വ്യാസനോട് ചോദിച്ചത്. അപ്പൊ വ്യാസൻ പറയാണ്, അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം തരാം. ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ നാരദമുനിയോട് ചോദിച്ചതാണ്. ജനമേജയൻ വ്യാസനോട് ചോദിച്ചു. വ്യാസൻ ജനമേജയനോട് പറയാണ്, അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം തരാം. കാരണം ഈ ചോദ്യങ്ങളൊക്കെ ഒരിക്കലും ഞാൻ ആരോട് ചോദിച്ചതാണ്? നമ്മുടെ നാരദമുനിയോട് ചോദിച്ചതാണ്. അപ്പൊ നാരദമുനി പറയാണ്, അങ്ങ് ചോദിച്ച തരം ചോദ്യങ്ങൾ ഒരു തിരമാല പോലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. വ്യാസൻ ചോദിച്ച, നാരദമുനിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തിരമാല പോലെ ഈ വ്യാസന്റെ ഉള്ളിൽ ഇങ്ങനെ നാരദമുനിയുടെ ഉള്ളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛനായിരിക്കുന്ന ബ്രഹ്മദേവനോട് ഞാൻ ഇതൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. നാരദൻ പറയാണ്, അങ്ങ് എന്നോട് ഇപ്പൊ ചോദിച്ചില്ലേ വ്യാസ ഈ ചോദ്യങ്ങളൊക്കെ? ഇതൊക്കെ ഞാൻ എൻ്റെ അച്ഛനായ ബ്രഹ്മദേവനോട് ചോദിച്ച ചോദ്യങ്ങളാണ്. ബ്രഹ്മാണ്ടം എന്തിൽ നിന്നാണ് ഉണ്ടായത്? അങ്ങാണോ അതോ പാലാഴിയിൽ പള്ളികൊള്ളുന്ന വിഷ്ണുവാണോ? ഇനി അതല്ല മഹേശ്വരനാണോ ഈ ബ്രഹ്മാണ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിൽ ആരാണ് സർവ ഉത്കൃഷ്ടനായിരിക്കുന്ന ആള്? ആരാണ് ആരാധനയ്ക്ക് യോഗ്യമായിരിക്കുന്ന ആള്? സംശയങ്ങളെല്ലാം എനിക്ക് തീർത്ത് തരണം. ബ്രഹ്മദേവനോട് നാരദൻ പറഞ്ഞതാണ്, ഈ സംശയങ്ങളൊക്കെ എനിക്ക് തീർത്ത് തരണം. തീർത്ഥാടനം, വേദപഠനം, ഇതെല്ലാം ഞാൻ നോക്കിയ കാര്യമാണ്. അതിലൊന്നും എൻ്റെ അറിവ് പൂർണ്ണമായി കിട്ടുന്നില്ല. ഞാൻ തീർത്ഥാടനം നോക്കി,
ഞാൻ എല്ലാ തരത്തിലും ഞാൻ പല കാര്യങ്ങൾ നോക്കി, പക്ഷെ എനിക്ക് അങ്ങോട്ട് അറിവ് എനിക്ക് പൂർണ്ണമായി കിട്ടുന്നില്ല. എൻ്റെ വിഷമത്തിനൊരു അവസാനം ഉണ്ടാക്കി തരണം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരണം. എൻ്റെ അറിവില്ലായ്മയൊന്ന് മാറ്റിത്തരണം. സത്യം അറിയാതെ എങ്ങനെയാണ് എനിക്കൊരു സമാധാനം കിട്ടുക? നട്ടം തിരിയുന്ന എൻ്റെ മനസ്സ് ഒരു സ്ഥലത്ത് ഉറക്കുന്നില്ല, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരദൻ ബ്രഹ്മദേവനോട് പറഞ്ഞ കാര്യമാണ്, എൻ്റെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് ഞാൻ സ്മരിക്കേണ്ടത്? എനിക്കറിയില്ല അച്ഛ. ആരെ സ്തുതിച്ചുകൊണ്ടാണ് ഞാൻ അർച്ചന ചെയ്യേണ്ടത്? സർവ്വതിൻ്റെയും അധീശനായിരിക്കുന്ന ആ ഈശ്വരൻ ആരാണ് അച്ഛ? നാരദൻ ബ്രഹ്മദേവനോട് ചോദിക്കാണ് കേട്ടോ. ആദ്യം ജനമേജയ മഹാരാജാവ് വ്യാസനോട് ചോദിച്ചു, വ്യാസൻ നാരദനോട് ചോദിച്ചു, നാരദൻ ആരോട് ചോദിക്കുന്നു? ബ്രഹ്മദേവനോട് ചോദിക്കുന്നു. അപ്പൊ ബ്രഹ്മാവ് പറയാണ്, മോനെ, ഞാൻ എന്ത് പറയാനാണ്? സാക്ഷാൽ വിഷ്ണുവിന് പോലും പറയാൻ എളുപ്പമല്ലാത്ത ചോദ്യങ്ങളാണ് മോനെ നീ ചോദിക്കുന്നത്. വാസ്തവത്തിൽ ഈ സംസാരത്തിൽ ആർക്കും ഈ ലോകത്തിന്റെ പൊരുൾ അറിയാനാവില്ല മോനെ. ബ്രഹ്മദേവൻ പറയണേ, ഈ ലോകത്തില് ആർക്കും ഈ ലോകത്തിന്റെ പൊരുൾ അറിയാനാവില്ല. വിരക്തനും നിർമ്മനുമായിരിക്കുന്ന ജ്ഞാനിക്ക് പരമതത്വം ഗ്രഹിക്കാനാവും മോനെ. എല്ലാത്തിൽ നിന്നും വിരക്തി തേടി, എല്ലാ തരത്തിലും ഈ ഭൗതിക മണ്ഡലത്തിൽ നിന്ന് വിരക്തി നേടി ബ്രഹ്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും മോനെ ഈ പരമതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അല്ലാത്തൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പണ്ട് എല്ലാം പ്രളയത്തിലായിരുന്നപ്പോൾ ആകെ ഒരു കടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം പ്രളയത്തിലായിപ്പോയി പണ്ട്. അപ്പോൾ ആകെ ഒരു കടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചഭൂതങ്ങൾക്കൊപ്പം ഒരു താമരയിൽ ഞാനും ഉണ്ടായി. സൂര്യനില്ല, ചന്ദ്രനില്ല, ശൈലങ്ങളില്ല, ഒന്നുമില്ല. ആ താമരയിൽ കിടന്ന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു. ബ്രഹ്മദേവൻ പറയണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ ആരിൽ നിന്നാണ് ജനിച്ചത്? ആരാണ് എന്നെ സൃഷ്ടിച്ചത്? ആരാണ് എന്നെ പരിപാലിക്കുന്നത്? എങ്ങനെയാണ് എനിക്കൊരു അവസരം ഉണ്ടാവുക? അപ്പോൾ ഭൂമി പോലും കാണാനില്ല, ഒരു താമര, അതിൽ ഞാനുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ താമരയ്ക്ക് നിലനിൽക്കാൻ ചെളി വേണമല്ലോ. പങ്കജത്തിന്റെ മൂലമായ പങ്കം എന്തെന്ന് എനിക്കപ്പം അറിയണം. ഞാൻ ആലോചിക്കുകയാണ് മോനെ, ഒരു ചെളിയിലാണ് ഈ താമര നിലനിൽക്കുക. അപ്പൊ ഈ പങ്കജത്തിന്റെ പങ്കം, അതായത് തണ്ട്, ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയണമല്ലോ. ആ പങ്കത്തിന്റെ മൂലമായിരിക്കുന്ന ഭൂമിയും എനിക്കൊന്ന് കാണണം. ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ഭൂമിയെ തേടി 1000 കൊല്ലങ്ങൾ താഴേക്ക് സഞ്ചരിച്ചു മോനെ. യാതൊരു വിധത്തിലും എനിക്ക് ആ ഭൂമിയെ കാണാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ഒരു അശരീരി എൻ്റെ കാതിൽ വന്നു, തപസ് ചെയ്യുക, തപ തപ എന്നിങ്ങനെ എൻ്റെ കാതിൽ വന്ന് വീണു. ആ താമരയിൽ ഇരുന്ന് തന്നെ ഞാനൊരു 1000 വർഷം തപസ് ചെയ്തു. സൃഷ്ടിക്കുക എന്നൊരു അശരീരിയാണ് മോനെ 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടത്. 1000 കൊല്ലം ഞാൻ തപസ് ചെയ്തപ്പോൾ സൃഷ്ടിക്കുക എന്നൊരു അശരീരി, ആ ഒരു വാക്കാണ് ഞാൻ കേട്ടത്. ആരെയാണ്, എന്തിനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് അപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴാണ് മധു എന്നും കൈടവനെന്നും പേരുള്ള 2 രാക്ഷസന്മാര് പെട്ടെന്ന് എൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ എൻ്റെ മുമ്പിൽ വന്നത്. താമര തണ്ട് പിടിച്ചിട്ട് നേരെ ഞാൻ എന്ത് ചെയ്തു, ഇവരെ പേടിച്ചിട്ട് മോനെ ആ താമരയുടെ തണ്ട് പിടിച്ച് ഞാൻ താഴേക്ക് ഊർന്നിറങ്ങി, ഈ രാക്ഷസന്മാരെ കണ്ട് പേടിച്ചിട്ട്. അപ്പോ ഞാനൊരു പരമപുരുഷനെ കണ്ടു. മേഘശ്യാമ നിറത്തിൽ മഞ്ഞ പട്ടുടുത്തുകൊണ്ട് 4 കൈകളുള്ള ആ ജഗന്നാഥൻ ആദിശേഷ തൽപ്പത്തിൽ അങ്ങനെ കിടക്കുകയാണ് മോനെ. ആ താമര തണ്ടിലൂടെ ഞാൻ ഊർന്നിറങ്ങിയപ്പോ മേഘങ്ങളുടെ നിറമുള്ള മഞ്ഞ പട്ടുടുത്ത 4 കൈകളുള്ള ആ ഒരു പരമപുരുഷൻ അങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ അങ്ങനെ നിന്നുപോയി. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് പറയണമെന്നറിയാതെ ഞാനിങ്ങനെ നോക്കി മോനെ. അതാ വനമാലയണിഞ്ഞ ഭഗവാൻ ശംഖുചക്രധാരിയായി സർപ്പത്തിനു മുകളിൽ അങ്ങനെ യോഗനിദ്രയിൽ കിടക്കുന്നു.
ആ കൃഷ്ണൻ തന്നെയാണ്, ആ വിഷ്ണുവിനെയാണ് ഞാൻ അവിടെ കാണുന്നത്. 5000 കൊല്ലം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ ദേവിയുടെ ആജ്ഞപ്രകാരം വിഷ്ണു വകവരുത്തി. ആ സമയത്ത് രുദ്രനും അവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾ 3 പേരും സുന്ദരാംഗിയായ ദേവിയെ അങ്ങ് വാഴ്ത്തി. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ, നിങ്ങൾ അവരവരുടെ നിയതകർമ്മങ്ങൾ തുടർന്ന് നടത്തിയാലുമെന്ന് ദേവി പറഞ്ഞു. അസുരന്മാർ മരിച്ചു. ഇനി നിങ്ങൾക്ക് തടസ്സം കൂടാതെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാം. 4 വിധത്തിലുള്ള പ്രജകളെ വേണം നിങ്ങൾ സൃഷ്ടിക്കുവാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോനെ, അമ്മേ, സൃഷ്ടി നടത്താൻ ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല. എല്ലാ സ്ഥലവും ജലം നിറഞ്ഞിരിക്കുകയാണ്. പഞ്ചഭൂതങ്ങളോ ഇന്ദ്രിയങ്ങളോ ആദിയായിരിക്കുന്ന തന്മാത്ര പോലും ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ ദേവി പുഞ്ചിരിയോടുകൂടി ആകാശത്തൊരു വിമാനം കൊണ്ടുവന്നു. ദേവന്മാരെ, പേടിക്കാതെ ഇതിൽ കയറിയാലും എന്ന് പറഞ്ഞു. നിങ്ങളെ ഞാനൊരു അത്ഭുതം കാണിക്കാം എന്ന് പറഞ്ഞ് ദേവിയാണ് ആ വിമാനം പറത്തുന്നത്. രത്നചികിതമായിരിക്കുന്ന ആ വിമാനത്തിൽ, രത്നത്തിന്റെ കളറുള്ള ആ വിമാനത്തിൽ അതിവിശാലമായിരിക്കുന്ന വിപുലമായിരിക്കുന്ന അലങ്കാരപ്പണികൾ ഉണ്ടായിരുന്നു. ദേവഭവനമായിരിക്കുന്ന അമരാവതിയെ പോലെയുള്ള ആ വിമാനത്തിൽ ഞങ്ങൾ യാത്രക്കാരും ദേവി സാരഥിയുമായിരുന്നു. ശ്രീമദ് ദേവി ഭാഗവതത്തിലെ 3-ാം അധ്യായത്തിൽ 3-ാമത്തത് ദേവീ ദർശനം. വിമാനം തന്മോ വേഗം യത്ര സ്ഥാനന്ധരേഗതം നചലം തത്ര പശ്യാമോ വിസ്താമോ സമോ വയം തഥാ വൃക്ഷാ സർവഫലാരമ്യ കോകിലാരവമണ്ഡിത മഹീമഹീധരാകാമം വാനാഭ്യനുവാനാനിച. ബ്രഹ്മാവ് പറയാണ്, മനസ്സിന്റെ വേഗതയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പറന്നെത്തുന്നത്. മനസ്സ് എത്ര വേഗതയിൽ സഞ്ചരിക്കുമോ അത്രയും വേഗത്തിലാണ് ഞങ്ങൾ പറന്നെത്തുന്നത്. അവിടെ ഒന്നും ജലമില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ബാക്കി എല്ലാ സ്ഥലവും പ്രളയമായിരുന്നു. പക്ഷെ ദേവി കൊണ്ടുപോയ സ്ഥലത്താണെങ്കിൽ ജലം ഒന്നുമില്ല. ഞങ്ങളങ്ങ് ശരിക്കും അത്ഭുതപ്പെട്ടു. ഫലഭൂഷ്ടിയായിരിക്കുന്ന മരങ്ങൾ, ഞങ്ങളെ കൊണ്ടുപോയ സ്ഥലത്ത് നല്ല ഫലങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ മരങ്ങൾ, കളകൂജനം പൊഴിക്കുന്ന കിളികൾ, പൂത്തുലഞ്ഞ മരങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ അവിടെ കണ്ടു. സ്ത്രീ പുരുഷന്മാർ, പശുക്കൾ, നദികൾ, വനങ്ങൾ, തടാകങ്ങൾ എന്ന് വേണ്ട എല്ലാ സുന്ദരമായിരിക്കുന്ന ദൃശ്യങ്ങളും ഞങ്ങൾ അവിടെ കണ്ടു. യജ്ഞശാലകൾ നിറഞ്ഞ നഗരമതാ ഞങ്ങളുടെ മുന്നിൽ. മാളികകളും കോട്ടകളും അവിടെ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. സ്വർഗസമാനമായിരിക്കുന്ന ആ നഗരം ആരുടേതാണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ദേവതുല്യനായിരിക്കുന്ന ഒരു രാജാവ് വനത്തിൽ വേട്ടയ്ക്കായി പോകുന്നത്, ആകാശത്ത് സാക്ഷാൽ അംബികാദേവി വിമാനത്തിൽ ഇരിക്കുന്നതും ഒക്കെ ഞങ്ങൾ കാണുകയാണ്. നിമിഷ നേരം കൊണ്ടാണ് വിമാനം അങ്ങ് പറന്ന് നീങ്ങിയത്. വിമാനം മറ്റൊരു ദേശത്തേക്കാണ് കൊണ്ടുപോയി നിർത്തിയത്. അവിടെ കൽപ്പവൃക്ഷത്തണലിൽ കാമധേനുവായിരിക്കുന്ന സുരഭി പശു നിൽക്കുന്നു. ആ ദിവ്യ പശുവിന്റെ അടുത്ത് 4 കൊമ്പുള്ള ഒരു ആനയുണ്ട്. മേനക മുതലായ അപ്സരസുകളും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. 100 കണക്കിന് വിദ്യാധരന്മാരും ഗന്ധർവന്മാരും പലവിധ മുദ്രകളോടുകൂടി നൃത്തമങ്ങ് പാട്ടും നൃത്തമൊക്കെ പൊടിക്കുകയാണ്. ദേവേന്ദ്രൻ പൗലമിയോടുകൂടി അവിടെ ഇങ്ങനെ കളിച്ചു രസിച്ച് നടക്കുന്നു. ആ ദേവലോകത്ത് വരുണൻ, കുബേരൻ, യമൻ, സൂര്യൻ, അഗ്നി, അങ്ങനെ അനേകം ദേവന്മാരിങ്ങനെ ആടയാഭരണ വിഭൂഷിതരായിട്ട് കണ്ടു ഞങ്ങൾ. അപ്പോ ഒരു രാജാവ് ദേവേന്ദ്രനെ പോലെ ഒരുങ്ങി വന്ന് ആ പല്ലക്കിലേക്ക് കയറി പോകുന്നതും ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ വിമാനം വീണ്ടും അവിടുന്ന് ഉയർന്നു പൊങ്ങി. ദേവന്മാർ പോലും നമിക്കുന്ന ബ്രഹ്മലോകത്തേക്കാണ് ഈ സമയം ദേവി വിമാനം കൊണ്ടുപോയത്. അവിടെ ഇരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ടിട്ട് ഹരിയും ഹരനും അങ്ങ് വിസ്മയപ്പെട്ടു. ബ്രഹ്മസദസ്സിൽ സർവ്വദേവന്മാരും പ്രകൃതി വിഭൂതികളടക്കം അവിടെ വന്നു നിൽക്കുന്നുണ്ട്. ഈ നാൻമുഖൻ ആരാണെന്ന് വിഷ്ണുവും ശിവനും എന്നോട് ചോദിച്ചു. ബ്രഹ്മദേവൻ പറയാണ്, ഇവിടെ ഇരിക്കുന്ന ഈ ബ്രഹ്മദേവൻ ആരാണ്? ആരാ ചോദിച്ചത്? വിഷ്ണുവും ചോദിച്ചു, ശിവനും ചോദിച്ചു. ആരാണ് ഈ സൃഷ്ടാവെന്ന് എനിക്കറിഞ്ഞൂടാ. ബ്രഹ്മദേവൻ പറഞ്ഞു, എനിക്കറിയില്ല ഈ സൃഷ്ടാവ് ആരാണെന്ന്. ഞാനും ഇവരും ഇദ്ദേഹമൊക്കെ ആരാ? നമ്മളെല്ലാവരും ആരാണ്? എന്താണ് ഈ മോഹദൃശ്യത്തിന്റെ ഒക്കെ അർത്ഥം?
ഉടനെ തന്നെ അവിടുന്നും വിമാനം പുറപ്പെട്ട്, മനസ്സിന്റെ വേഗത പോലെയാണ് വിമാനം പുറപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ യക്ഷഗണങ്ങളെല്ലാം തിങ്ങിപ്പാർക്കുന്ന കൈലാസത്തിലേക്ക് വിമാനം ചെന്നു. വീണ മൃദാംഗിനാദങ്ങൾ കൊണ്ട് മുഖരിതമായ കൈലാസത്തിൽ ചെന്നപ്പം അവിടെ വാഹനമായിരിക്കുന്ന കാളപ്പുറത്ത് പരമശിവൻ വന്നു. അദ്ദേഹം ഒരു കാളപ്പുറത്ത് വന്നു. മുക്കണ്ണനായിരിക്കുന്ന ഭഗവാൻ പുലിത്തോൽ അണിഞ്ഞുകൊണ്ട് ഗംഗയെ മുടിയിൽ ചാർത്തിക്കൊണ്ട് പഞ്ചമുഖനായി കാണപ്പെട്ടു. മഹാവീരന്മാരായിരിക്കുന്ന ഗണപതിയും സ്കന്ദനും ശിവവാഹനനായിരിക്കുന്ന നന്ദിയും ഭൂതഗണങ്ങളോടുകൂടി അവിടെയുണ്ട് കൈലാസത്തിൽ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഹരനെ കൂടാതെ ബ്രഹ്മദേവൻ പറയാണ്, ആദ്യം ബ്രഹ്മലോകത്ത് പോയപ്പോ എന്നെ പോലൊരു ബ്രഹ്മദേവൻ, പിന്നെ കൈലാസത്തിൽ പോയപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഹരൻ അല്ലാത്ത വേറൊരു ഹരൻ, അതായത് പരമശിവൻ. ഇതാരാണ് ഈ അന്യശങ്കരൻ? ഈ ശിവൻ കൂടാതെ ഇനിയൊരു ശിവനോ? അതാരാണ്? ഞങ്ങൾക്ക് അത്ഭുതമായി. ഉടനെ അവിടെ നിന്നും വിമാനം പുറപ്പെട്ടു. മഞ്ഞുമലകളുടെ മുകളിലേക്ക് ആ വിമാനം പറന്നു. ഇത്തവണ വൈകുണ്ഠത്തിലേക്കാണ് പോയത്. അവിടുത്തെ ഐശ്വര്യം വർണ്ണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല മോനെ. വൈകുണ്ഠത്തിലെ ഐശ്വര്യം ഭയങ്കര ഐശ്വര്യമാണ്. അതിവിശിഷ്ടമായിരിക്കുന്ന ആ സ്ഥലം കണ്ടിട്ട് വിഷ്ണു തന്നെ അത്ഭുതപ്പെട്ടു പോയി. കായാമ്പൂ നിറം, മഞ്ഞപ്പട്ട്, 4 തൃക്കൈകൾ, ദിവ്യാഭരണങ്ങൾ, ഗരുഡ വാഹനം ഒക്കെ ആയിട്ട് ഗരുഡ വാഹനത്തിന്റെ മുകളിൽ ഭഗവാൻ വിഷ്ണു വന്നിരിക്കുകയാണ് ഞങ്ങളുടെ മുന്നിലേക്ക്. ലക്ഷ്മി ദേവിയാൽ സേവിതനായി അവിടെ ഇരിക്കുന്ന വിഷ്ണുവിനെ വിമാനത്തിലുള്ള വിഷ്ണു അങ്ങ് നോക്കുകയാണ്. എന്നെ കൂടാതെ വേറൊരാളോ? വിമാനം അവിടെ നിന്നു വീണ്ടും പൊങ്ങി. ഇത്തവണ പോയത് വൻ തിരകളും ചുഴികളുമുള്ള അമൃതക്കടലിലേക്കാണ്. അതിൽ മണിദ്വീപ് എന്നു പേരായ ഒരു ദ്വീപ്, മന്ദാരം, പാരിജാതം എന്നു വേണ്ട സകലമാന ദിവ്യ വൃക്ഷങ്ങളും അലങ്കരിക്കുന്ന മണിദ്വീപ് ഭയങ്കര ഐശ്വര്യമാണ്, മനോഹരമാണ്. അശോകം, ചെങ്കുറിഞ്ഞി, കൈത, ചെമ്പകം എന്നിവയാൽ പ്രകൃതി തന്നെ അലങ്കരിച്ച ഒരിടമാണത്. വണ്ടുകളുടെ മുരൾച്ച, കുയിലുകളുടെ കളകളം, ദിവ്യമായ സുഗന്ധം എന്നിവയാൽ ആ മണിദ്വീപങ്ങനെ ഇരിക്കുകയാണ്. അവിടെ രത്നക്കല്ലുകൾ പ്രശോഭിക്കുന്ന ഒരു ഉത്തമ മഞ്ചം, രത്നക്കല്ലുകളാൽ നിർമ്മിതമായ ഒരു നല്ല മഞ്ചമുണ്ട്. വിമാനത്തിൽ നിന്ന് ഞങ്ങൾക്കത് കാണാൻ പറ്റുമായിരുന്നു. അതിമൃദുലമായിരിക്കുന്ന കബളം വിരിച്ച ഒരു മണിമഞ്ചത്തിൽ ഒരു തരുണീമണി അങ്ങനെ ഇരിക്കുകയാണ്. അതിസുന്ദരിയാണ്. ചുവന്ന പട്ടുടുത്ത രത്നശോഭയാർന്ന കണ്ണുകളുള്ള 1 കോടി ഇടിമിന്നലുകൾക്ക് സമാനമായിരിക്കുന്ന ആ ദേവിക്ക് ലക്ഷ്മി ദേവിയേക്കാൾ അഴകുണ്ട്. സൂര്യന്റെ അത്ര ശോഭയുണ്ട്. പാശം, അങ്കുശം, വരദം, അഭയം എന്നീ ചതുർമുദ്രകൾ ധരിച്ച ഈ ദേവി സാക്ഷാൽ ഭുവനേശ്വരി തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ശൃംഗാര സമ്പൂർണയായിരിക്കുന്ന വസ്ത്രങ്ങളോടെ ഇരിക്കുന്ന ദേവിയുടെ ആ മന്ദസ്മിതം അതീവമായിരിക്കുന്ന ചേതോഹരമാണ്. താമരപ്പൊട്ടിനെ നാണിപ്പിക്കുന്ന തടിച്ചുയർന്ന കുജകുംഭങ്ങൾ ദേവിയുടെ അഴകിനെ അങ്ങ് പരിപൂർണമാക്കുകയാണ്. പൊന്നിൻ തോൾവള, കിരീടം, കങ്കണം, ശ്രീചക്രം കൊണ്ടുള്ള തോട, മണിഗണങ്ങൾ കോർത്തിണക്കിയ ആഭരണങ്ങൾ എന്നിവ ദേവിയെ അങ്ങ് അലങ്കരിക്കുകയാണ്. ദേവിയെ സദാ സേവിച്ചുകൊള്ളുന്ന സഖീവൃന്ദത്തിന്റെ സ്തുതികൾ ഋല്ലേഖ, ഭുവനേശ്വരി എന്നീ നാമങ്ങളാൽ അന്തരീക്ഷത്തിൽ അങ്ങനെ മുഖരിതമായിരിക്കുകയാണ്. അനങ്ക കുസുമാഖ്യാതി ദേവിമാരാൽ പരിസേവിതയായി രാജനായിരിക്കുന്ന ഷട്കോണത്തിന്റെ നടുവിൽ വിരാജിക്കുന്ന ദേവിയെ കണ്ട് ബ്രഹ്മവിഷ്ണു മൂർത്തിമാരങ്ങ് വിസ്മയത്തോടെ നോക്കി. ഇവൾ ആരാണെന്ന് നമുക്കറിയില്ലല്ലോ. ദൂരെ നിന്ന് നോക്കുമ്പോ 1000 കണ്ണുകളും 1000 കൈകളും ഉണ്ടെന്ന് തോന്നും. അപ്സരസോ ഗന്ധർവ വനിതയോ ദേവസ്ത്രീയോ ഒന്നുമല്ല. അങ്ങനെ ചിന്തിച്ച് ത്രിമൂർത്തികൾ ഇങ്ങനെ വിസ്മയത്തോടെ നോക്കി നിന്നു. ആ സമയത്ത് ഭഗവാൻ വിഷ്ണു പറഞ്ഞു,
ചാരുഹാസിനിയായ ഇവൾ ജഗദംബ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്കെല്ലാവർക്കും ആരാധിക്കേണ്ടവൾ ഇവൾ തന്നെയാണ്. നമുക്കൊരേ ഒരു ആശ്രയം ഇവൾ തന്നെയാണ്. പൂർണ്ണയായിരിക്കുന്നവൾ ഇവൾ തന്നെയാണ്. മഹാവിദ്യയാണ്, മഹാമായയാണ്, ശാശ്വതിയാണ്, പ്രകൃതിയാണ്, അവ്യയാണ്. ഇതെല്ലാം പറയുന്നത് ഈ ദേവിയെക്കുറിച്ചാണ്. അല്പബുദ്ധികൾക്ക് അനഭിജ്ഞമയും യോഗികൾക്ക് പ്രാപ്യയും സങ്കല്പങ്ങൾക്ക് അതീതയും പരമാത്മാവിൻ്റെ ഇച്ഛയും നിത്യയും അനിത്യയും ഈ ദേവി തന്നെയാണ്. വിശേശ്വരിയായിരിക്കുന്ന ദേവി മംഗളസ്വരൂപിണിയാണ്. വേദമാതാവും വിശാലാക്ഷിയും ഈശ്വരിയും സകലന്തിൻ്റെയും കാരണവുമായിരിക്കുന്ന ദേവി അല്പഭാഗ്യവാന്മാർക്ക് പൂജിക്കാൻ കഴിയില്ല, ഒരിക്കലും പൂജിക്കാൻ കഴിയില്ല. ആ ദേവിയെ പൂജിക്കണമെങ്കിൽ അത്രയും മനസ്സ് വേണം. ആ ദേവിയെ തന്നെയാണ് നമ്മളെല്ലാവരും പൂജിക്കേണ്ടത്. ആ ദേവിയെ നമ്മൾ അറിയണം. വിശ്വപ്രളയത്തിൽ വിശ്വത്തെ സംഹരിച്ച് ജീവലിംഗങ്ങളെ തന്നിലൊതുക്കി വിളയാടിയത് ഈ ദേവി തന്നെയാണ്. ഇവളുടെ വിഭൂതികൾക്ക് എണ്ണമില്ല. ദിവ്യഗന്ധങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു ദേവിയെ സദാ സേവിക്കുന്ന ഭക്തജനങ്ങൾ സുഹൃതികളാണ്. ഈ ദേവിയുടെ ദർശനം ലഭിക്കുക അത് യോഗ്യമായ കാര്യമല്ല. അല്ലയോ ബ്രഹ്മ ശിവപ്രഭൂതികളെ, നമ്മൾ ധന്യരായിരിക്കുന്നു. നാം ചെയ്ത തപസ്സുകൾ പാഴായി പോയിട്ടില്ല എന്നതിന് ഇനിയും തെളിവ് വേണോ? അതീവ പുണ്യവാന്മാർക്ക് മാത്രം ലഭ്യമായ ഈ ദർശനം ആസക്തർക്ക് കിട്ടുകയില്ല. സദാ പരമപുരുഷനുമായി ചേർന്ന് വിലസിക്കുന്ന മൂലപ്രകൃതിയാണ് ഈ ദേവി. ബ്രഹ്മാണ്ഡത്തെ നിർമ്മിച്ച് പരമാത്മാവായ പുരുഷന് കാണിച്ചു കൊടുക്കുന്നത് ഈ ദേവിയാണ്. ബ്രഹ്മാണ്ഡങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് ഈ സത്യമാണ്, ഈ ദേവിയാണ്. ആ പരംപൊരുളാണ് ദൃഷ്ടാവ്. സമസ്ത ബ്രഹ്മാണ്ഡം ദൃശ്യം. ഈ ദൃശ്യദൃക്കുകളുടെ കാരണം മഹാമായയായിരിക്കുന്ന ഈ ദേവിയാണ്. ദൃശ്യമല്ലെങ്കിൽ ദൃശ്യമാവില്ല. ഞാനോ മറ്റ് ദേവജനങ്ങളോ ഒന്നും ഈ ദേവിക്ക് അടുത്തുപോലും നിൽക്കാൻ യോഗ്യമില്ല. ദേവാംഗനന്മാരും നമ്മളും എല്ലാവരും ചേർന്നാൽ ദേവിയുടെ ലക്ഷ്യത്തിൽ ഒന്നുപോലുമല്ല. ഈ പ്രജ്വല പ്രഭാവത്തിന് മുന്നിൽ നമ്മളൊക്കെ നിസ്സാരമാണ്. പ്രളയജലത്തിൽ ഞാനൊരു ആലിലയിൽ കൃഷ്ണനായി ശിശുവായി കിടന്നപ്പോൾ എന്നെ താരാട്ടാടിയ അമ്മയാണ് ഈ ദേവി. അന്ന് വടപത്രശായിയായി കാലിന്റെ തള്ളവിരൽ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് കിടന്ന കോമള ശിശുവായ ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ സാന്ത്വനമേകാൻ പാട്ടുപാടിത്തന്ന് ആലില തൊട്ടിലാക്കി അവിടെ നിലകൊണ്ടത് ഈ അമ്മയായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്നിപ്പോൾ എന്നിൽ ബോധം നിറയ്ക്കാൻ ഈ അമ്മ തന്നെയാണ് ജഗത്തിന്റെ മുഴുവൻ മാതാവായി ഞാനിതാ സംശയമന്യേ ഞാൻ പ്രഖ്യാപിക്കുന്നു. അമ്മയെ കണ്ട മാത്രയിൽ തന്നെ നമുക്കെല്ലാം അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞു. ഈ സാക്ഷാത്കാരത്തിന്റെ നിറവ് ഞാൻ നിങ്ങളുമായും പങ്കുവെക്കുന്നു. ഈ അമ്മ തന്നെയാണ് ജഗത് കാരിണി, ജഗത് മാതാവ്. ഈ അമ്മയെ തന്നെയാണ് ഞാൻ ഹരേ എന്ന നാമത്തിൽ എൻ്റെ നാമത്തിന് മുൻപിൽ വെച്ചിരിക്കുന്ന ശ്രീമതി രാധാറാണി. ഈ രാധ തന്നെയാണ് സർവ്വതിനും ആധാരമായി നിലകൊള്ളുന്നത്. വൃന്ദാവനേശ്വരിയായി നിലകൊള്ളുന്നതും ഈ പരമസത്യം തന്നെ. ഈ അമ്മ തന്നെയാണ് എല്ലാത്തിനും അർത്ഥമായി മാറിയിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആധികാരികമായി ഈ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിക്കുന്നതും അതിന് എന്നെ പ്രാപ്തനാക്കുന്നതും ഈ അമ്മ തന്നെയാണ്. ഈ അമ്മയാണ് എന്നിൽ കുടികൊള്ളുന്ന ശ്രീമതി രാധാറാണി. ഈ അമ്മയെ നിങ്ങൾ അറിഞ്ഞാലും ഈ അമ്മയെ നിങ്ങൾ ശ്രവിച്ചാലും ഈ അമ്മയെ നിങ്ങൾ അറിയുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ജന്മം സഫലമായി കഴിഞ്ഞു. ഇഷ്ടായോ? ശ്രീമതി രാധാറാണി ആരാണെന്ന് മനസ്സിലായോ? എങ്ങനെയുണ്ട് ശ്രീമതി രാധാറാണിയുടെ കഥ? ആരാണ് രാധാറാണി, എന്താണ് രാധാറാണി എന്ന് നല്ലൊരു ഉത്തമ ബോധ്യം ഇപ്പം നിങ്ങൾക്ക് വന്നോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. കുറേ ദിവസം ക്ലാസ് എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങളെ പിടിച്ചിരുത്തിയിരിക്കുന്നത്.
ഇത്യുക്താ ഭഗവാൻ വിഷ്ണു പുനരാഹ ജനാർദ്ദന വയം ഗച്ഛേമ പർശ്വാസ്വ പ്രണമഹന്ത പുനഃ പുനഃ സേവ്യം പരാമഹാമയാ ദാസ്തിത്വശാവരാഹിന്നഃ സ്വാമാ സന്നിധം പ്രാപ്യ നിർഭയാശാരണാന്തികേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുണ്ടോ എല്ലാവർക്കും? ബ്രഹ്മാവ് പറയാണ്, ഇങ്ങനെ ദേവിയെ പറ്റി വാചാലനായ വിഷ്ണു വീണ്ടും വീണ്ടും പറയാണ് ദേവിയെ പറ്റി. എന്ത് പറയണമെന്ന് വിഷ്ണുവിന് എന്നെ അറിഞ്ഞുകൂടാ. ദേവിയെക്കുറിച്ച് അങ്ങനെ വാചാലനായിക്കൊണ്ടിരിക്കുകയാണ്. ആ അമ്മയെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആ സവിധത്തിലേക്ക് പോയാലോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. നമുക്ക് ആ അമ്മയെ നമസ്കരിക്കണ്ടേ? വീണ്ടും വീണ്ടും നമസ്കരിക്കണ്ടേ? നമുക്ക് മഹാമയായിരിക്കുന്ന ഇവളാണ് നമുക്ക് അഭീഷ്ടവരങ്ങൾ നൽകുന്നത്. നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് നൽകുന്നത് ശ്രീമതി രാധാറാണിയാണ്. അതിനാൽ ഭയലേശമില്ലാതെ നമുക്ക് അമ്മയെ ചെന്ന് നമസ്കരിക്കാം. ഭയം ഒന്നും ഇല്ലാതെ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അമ്മയെ നമസ്കരിക്കാം. ഹരി ഇങ്ങനെ പറഞ്ഞപ്പോ സന്തോഷത്തോടു കൂടി ആ അമ്മയുടെ അടുത്തെത്താൻ വേണ്ടിയിട്ട് ആരൊക്കെ ഹൃദയം കൊണ്ട് തുടിച്ചു? ബ്രഹ്മദേവനും മഹാദേവനും. ഭഗവാൻ ഹരിയോട് ഓം എന്ന് സമ്മതം പറഞ്ഞു. ഞങ്ങള് പോകാം, അമ്മയുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. ആ വിമാനത്തിൽ ഞങ്ങൾ നിന്നിറങ്ങി. ഞങ്ങൾ ആ ഗോപുരവാതിൽക്കൽ വളരെ ആശങ്കയോടുകൂടി നിൽക്കുകയാണ് അമ്മയെ കാണാൻ. ഗോപുരത്തിന്റെ ആ വാതിൽക്കല് ഞങ്ങളെ 3 പേരെയും കണ്ടപ്പോ ദേവി ചിരിച്ചുകൊണ്ട് ഞങ്ങളെ 3 പേരെയും സ്ത്രീ രൂപത്തിലേക്ക് ആക്കി കളഞ്ഞു. സർവാഭരണഭൂഷിതരായി നവയൗവനയുക്തകളായി ഞങ്ങൾ 3 പേരും തരുണീമണികളെ പോലെ അമ്മയുടെ അരികിൽ ചെന്ന് നിന്നു. നല്ല പ്രേമത്തോടുകൂടി ആ ദേവി ഞങ്ങളെ നോക്കി. ഞങ്ങൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ, ശ്രീകണ്ഠൻ പ്രഭു, പാതാരവിന്ദങ്ങളിൽ കൂപ്പി വിസ്മയത്തോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. പലതര വ്യത്യസ്തമായിരിക്കുന്ന അമൂല്യമായിരിക്കുന്ന കല്ലുകൾ പാകിയ കോടി സൂര്യപ്രഭ മിന്നുന്ന ആ പാദപീഠം കണ്ട് ഞങ്ങളങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അമ്മയുടെ പാദങ്ങൾ കണ്ടിട്ട് നീല, ചുവപ്പ്, മഞ്ഞ, അങ്ങനെ പല 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 നിറങ്ങളിൽ പട്ടുടയാട ചാർത്തിയ സർവാഭരണ ഭൂഷിതകളായിരിക്കുന്ന അനേകമായിരം സഖിമാരാൽ ദേവി എന്താ പറയാ പരിസേവിതയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ചിലർ ആടുന്നു അമ്മയ്ക്ക് വേണ്ടി, ചിലർ പാടുന്നു അമ്മയ്ക്ക് വേണ്ടി, മറ്റു ചിലർ അമ്മയ്ക്ക് വേണ്ടി വീണ വായിക്കുന്നു. അല്ലയോ നാരദ, അവിടെ ദേവിയുടെ കാൽനഖമണിയിൽ കണ്ട അപൂർവമായിരിക്കുന്ന ഒരു കാഴ്ച അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ബ്രഹ്മദേവൻ പറയാണ്, നാരദ, അവിടെ അമ്മയുടെ കാലിന്റെ നഖത്തിന്റെ മണിയിൽ ഒരു അപൂർവമായിരിക്കുന്ന കാഴ്ച കണ്ടു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ബ്രഹ്മാണ്ടം മുഴുവനും ഞാൻ അമ്മയുടെ നഖത്തിൽ കാണുന്നു. കാൽ നഖത്തിൽ ബ്രഹ്മാണ്ടം മുഴുവൻ കാണുന്നു. ഒരു മണി പോലെയാണ് ബ്രഹ്മാണ്ടം ഇരിക്കുന്നത് അമ്മയുടെ കാൽ നഖത്തിൽ. ഞങ്ങൾ ത്രിമൂർത്തികളെയും സൂര്യചന്ദ്രന്മാരെയും എല്ലാവരെയും ഞങ്ങൾ അവിടെ കണ്ടു. വരുണൻ, ഇന്ദ്രൻ, കുബേരൻ, പർവ്വതങ്ങൾ, കടലുകൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, പിതൃക്കൾ, സിദ്ധർ, സാധ്യന്മാർ, വസുക്കൾ, നാഗന്മാർ, കിന്നരന്മാർ എന്ന് വേണ്ട സകല ചരാചരങ്ങളെയും അമ്മയുടെ കാലിന്റെ നഖത്തിന്റെ നഖമണി പ്രഭയിൽ ഞാൻ കണ്ടു. വൈകുണ്ഠം, സത്യലോകം, കൈലാസം, ഞാൻ പണ്ടുണ്ടായ താമര, അതിന്റെ ഉത്ഭവസ്ഥാനമായിരിക്കുന്ന ശ്രീഹരിയുടെ നാഭി പത്മം, ശേഷശായിയായിരിക്കുന്ന വിഷ്ണു, മധു കൈടവന്മാർ, സമസ്തവും സകലതും ഞാൻ അമ്മയുടെ നഖത്തിന്റെ ആ അറ്റത്ത് ഒരു മണിയിൽ ഞാൻ കണ്ടു. ഞങ്ങൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്നെ പോലെ തന്നെ ഹരിഹരന്മാരും വിസ്മയത്തിലാണ്ട് നിൽക്കുകയാണ്. അപ്പം 3 പേരും കൂടി പറഞ്ഞു, വിശ്വത്തിന്റെ ജനനി ശ്രീമതി രാധാറാണി. എന്താണ്? വിശ്വത്തിന്റെ ജനനി ശ്രീമതി രാധാറാണിയാണ്. സുധാമയായിരിക്കുന്ന ആ പ്രശാന്തതയിൽ ഒരു 100 വർഷം പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞുപോയി. അമ്മയെ ദർശിച്ചുന്ന ആ ഒരു പ്രശാന്ത സുന്ദരമായ നിമിഷത്തിൽ നാരദ, ഞങ്ങൾ അറിഞ്ഞില്ല 100 വർഷം കഴിഞ്ഞുപോയി. അതീവ സുന്ദരിയായിരിക്കുന്ന തോഴിമാര് ഞങ്ങളെ 3 പേരെയും അവരിൽപ്പെട്ട തരുണീമണികളാക്കി കളഞ്ഞു. അമ്മയുടെ ഗോപികമാരാക്കി കളഞ്ഞു ഞങ്ങളെ. മനസ്സിനെ മയക്കുന്ന രീതിയിലുള്ള അവരുടെ ചേഷ്ടിതകൾ കണ്ട് ഞങ്ങളുടെ മനസ്സും അങ്ങ് തണുത്തുപോയി. ഒരു ദിവസം യുവതീഭാവത്തിൽ ദേവിയെ വിഷ്ണു അങ്ങ് സ്തുതിച്ചു. യുവതിയെ പോലെ അങ്ങ് സ്തുതിച്ചു. അമ്മേ ദേവി, എൻ്റെ വിനീത പാദ നമസ്കാരം. അവിടുന്ന് വിശ്വമാതാവാണ്. പ്രകൃതീശ്വരിയും കല്യാണിയും സർവാർത്ഥങ്ങളെ സാധിപ്പിക്കുന്ന വരതയും നീ തന്നെ രാധേ.
സിദ്ധിവൃത്തികൾ അവിടുന്നാണ്. പഞ്ചകൃത്യ, അതായത് സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാനം അനുഗ്രഹം വിധായികയായിരിക്കുന്ന അമ്മേ, അവിടുന്നായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപിണിയും അവിടുന്ന് തന്നെ. സർവത്തിനും ആധാരവും മൂലക്കല്ലുമായിരിക്കുന്ന അമ്മയെ ഞങ്ങൾ തൊഴുത് നമസ്കരിക്കുന്നു. അമ്മേ, ജയ് ശ്രീ രാധേ രാധേ. മന്ത്രങ്ങളിൽ വെറും അർദ്ധമാത്രയ്ക്ക് പോലും പരമമായിരിക്കുന്ന പദം ലഭ്യമാക്കുന്നത് അവിടുത്തെ നാമത്താലാണ്. ഹ്രീങ്കാര രൂപേ, അമ്മയെ ഞങ്ങൾ കൈകൂപ്പുന്നു. സകലതും നിന്നിൽ വിലയിച്ചിരിക്കുന്നതും അവിടെ എല്ലാം സൃഷ്ടിസ്ഥിതി വിനാശങ്ങൾക്ക് നീയാണ് കാരണമെന്നും അറിഞ്ഞതിനാൽ അവിടുന്ന് മഹിതപ്രഭാമാർന്ന ജഗത് ജനനിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. സത്തും അസത്തും നിറഞ്ഞ വിശ്വത്തെ സൃഷ്ടിച്ച് നീ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന പുരുഷന് കാട്ടിക്കൊടുക്കുന്നു. അമ്മ എന്താ ചെയ്യുന്നത്? ഈ ജഗത്ത്, സത്തും അസത്തും നിറഞ്ഞ ഈ ജഗത്ത് സൃഷ്ടിച്ചിട്ട് പരമദിവ്യോത്തമ പുരുഷന് അമ്മ കാണിച്ചു കൊടുക്കുകയാണ് ജഗത്ത്. 23 തത്വങ്ങളാൽ നീ ആടുന്ന ലീലയാണ് ഈ പ്രപഞ്ചമെന്ന് ഞാൻ അറിയുന്നു അമ്മേ. വിഷ്ണു പറയാണ്, 23 തത്വങ്ങളാൽ നീ ആടുന്ന ഈ ലീലയാണ് പ്രപഞ്ചമെന്ന് ഞാൻ അറിയുന്നു അമ്മേ. നീ ഇല്ലാതെ മറ്റൊരു വസ്തു ഈ ഭുവനത്തിലോ ബ്രഹ്മാണ്ഡത്തിലോ ഇല്ല. ശക്തിയോട് ചേർന്നല്ലാതെ പരമപുരുഷന് വ്യവഹാര പ്രഭാവം ഉണ്ടാവുകയില്ലെന്ന് ബുദ്ധിമാന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ശക്തിയോടുകൂടി ചേർന്ന് നിന്നാലേ അമ്മേ പരമപുരുഷന് പോലും നിലനിൽപ്പുള്ളൂ. ആ ശക്തിയാണമ്മേ ശ്രീമതി രാധാറാണിയായിരിക്കുന്ന നീ. നിന്റെ പ്രഭാവം കൊണ്ട് വിശ്വമുണ്ടാക്കുന്നത് ജഗത്തിന് സന്തോഷത്തെ പ്രദാനം ചെയ്യാനാണെന്നുള്ള കാര്യം നിശ്ചയമാണമ്മേ. പ്രളയകാലത്ത് സകലതിനെയും ഇല്ലാതെയാക്കിയത്, എന്നാൽ തന്നുദ്ധരത്തിൽ അവയെല്ലാം ലയിപ്പിച്ചത്, വിളയാടുന്ന അവിടുത്തെ പ്രഭാവിലാസം ആർക്കാണ് അമ്മയെ അറിയാനാവുക? അമ്മയെക്കുറിച്ച് ആർക്കാണ് അമ്മയെ അറിയാനാവുക? ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് വിശ്വത്തെ സൃഷ്ടിച്ചുകൊണ്ട് പരമപുരുഷന് കാണിച്ചു കൊടുക്കുന്നത് അമ്മയല്ലേ? 23 തത്വങ്ങളാൽ അമ്മ ശക്തിയോടുകൂടിയല്ലേ ഈ പ്രപഞ്ചം അമ്മ നിലനിർത്തുന്നത്. ആ ശക്തിയോടുകൂടിയല്ല അമ്മേ പരമദിവ്യോത്തമ പുരുഷൻ നിലനിൽക്കുന്നത്. ആ ശക്തിയില്ലെങ്കിൽ അദ്ദേഹവുമില്ല. ഞങ്ങളെ മധുകൈടഭന്മാരിൽ നിന്ന് രക്ഷിച്ചതും നീ സൃഷ്ടിച്ചതായിരിക്കുന്ന ലോകത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതും അമ്മ തന്നെയല്ലേ? മാത്രമോ ഞങ്ങളെ പരമസുഖത്തിന്റെ ഉച്ചകോടിയിൽ എത്തിച്ചിട്ട് നിന്നെ നേരിട്ട് ദർശിക്കാനുള്ള അനുഗ്രഹം നൽകിയിരിക്കുന്നത് അമ്മയല്ലേ? ഞാനും ബ്രഹ്മാവും ശിവനും അവിടുത്തെ മഹിമയെ വർണ്ണിക്കാൻ അശക്തരാണമ്മേ. വിഷ്ണു പറയാണ്, സ്ഥിതിക്ക് മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അല്ലയോ അമ്മേ, പറയൂ. അവിടുത്തെ പ്രഭാവത്തിൽ ഇതുപോലുള്ള എത്ര ഭുവനങ്ങൾ അമ്മ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂവരെയും അവിടുത്തെ കാൽനഖത്തിന്റെ മണിയിൽ തെളിഞ്ഞു കണ്ട ലോകത്ത് കണ്ടുവല്ലോ. അമ്മയുടെ കാലിന്റെ നഖത്തിന്റെ മണിയിൽ ഒരു ലോകം കണ്ടു. അവിടെ ഞങ്ങളെ 3 പേരെയും കണ്ടു. അതുപോലെ മറ്റ് ബ്രഹ്മാണ്ടങ്ങളിലും ഞങ്ങളുണ്ടോ അമ്മേ? അവിടുത്തെ പ്രഭാവത്തിന് തുല്യമായി മറ്റൊന്നുമില്ല അമ്മേ. ആരാലും അതിനെ പൂർണ്ണമായി അറിയുന്നില്ലമ്മേ. അവിടുത്തെ പാദങ്ങൾ അണയാൻ എന്നും എനിക്ക് കഴിയണേ അമ്മേ. അമ്മയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ എന്നും ഉണ്ടാവണേ അമ്മേ. ഭഗവാൻ പറയാണ് ശ്രീമതി രാധാറാണിയോട്, ആ തൃപ്പാദങ്ങളിൽ എനിക്ക് എന്നും അഭയം നൽകണേ അമ്മേ. അമ്മയുടെ രൂപം എൻ്റെ ഉള്ളിൽ സദാ വിളങ്ങണേ അമ്മേ. നിന്റെ നാമം എൻ്റെ നാവിൽ എന്നും സ്പന്ദിക്കട്ടെ അമ്മേ. നിന്നിൽ നിന്നൊരു നിമിഷം പോലും എനിക്ക് വേർപെട്ട് നിൽക്കാനുള്ള അവസരം ഉണ്ടാവരുതേ അമ്മേ. സദാ എൻ്റെ സൃഷ്ടിയും എൻ്റെ ദൃഷ്ടിയും അമ്മയിൽ തന്നെ ആവട്ടെ അമ്മേ. സദാ ഞാൻ രാധയെ തേടി അലയട്ടെ അമ്മേ. അവിടുത്തെ പാദങ്ങൾ എൻ്റെ കണ്ണിമകളെ എന്നും അനുഗ്രഹിക്കണേ അമ്മേ. അവിടുന്ന് എന്നെ അവിടുത്തെ അടിമയായി കാണണം അമ്മേ. ശ്രീമതി രാധാറാണി, ഈ ഉള്ളവനെ അവിടുത്തെ അടിമയായി കാണണേ. ഭവതി എൻ്റെ യജമാനത്തിയായി എൻ്റെ സർവവുമായി ഞാൻ എപ്പോഴും കണക്കാക്കിക്കൊള്ളാം. ഞാൻ എന്നും അമ്മയുടെ വാക്കിൽ നിന്നുകൊള്ളാം. എന്നിലെ ഈ സേവക ഭാവം വികാസം പ്രാപിച്ച് അമ്മയും മകനും എന്ന മട്ടിലേക്ക്, കാമുകിയും കാമുകനും എന്ന മട്ടിലേക്ക്, ശക്തനും ശക്തിയും എന്ന മട്ടിലേക്ക്, ദാമ്പത്യം എന്ന മട്ടിലേക്ക്, എല്ലാ അർത്ഥത്തിലും അമ്മയെ പിരിയാതെ നാമത്തിൽ പോലും അമ്മയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട്
അവിടുത്തെ സേവകനായി ഞാൻ ഇരിക്കട്ടെ അമ്മേ. ഹരേ കൃഷ്ണ എന്ന നാമത്തിലൂടെ അമ്മയ്ക്ക് ഹരേ എന്ന നാമത്തിൽ ഞാൻ മുൻതൂക്കം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്രഹ്മാണ്ടം എന്തെന്ന് നിനക്കറിയാം അമ്മേ. കാരണം അറിവിന്റെ പരമപദം നീയാണമ്മേ. ഈ പാമരൻ അമ്മയോട് എന്തു പറയാനാണ്? അമ്മയ്ക്കറിയാത്തതായി എന്തുണ്ട്? അതിനാൽ ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല അമ്മേ. അവിടുത്തെ ഹിതമാണ് അമ്മേ എൻ്റെ ആജ്ഞ. അമ്മ എന്തു പറയുന്നോ അതേ നടക്കും. വിശ്വത്തെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണെന്നും സംരക്ഷിക്കുന്നത് ഹരിയാണെന്നും സംഹാരശക്തി ശിവനാണെന്നും ലോകം പറയുന്നു അമ്മേ. എന്നാൽ അമ്മേ, അവിടുന്ന് നൽകിയ ശക്തി ഒന്നുകൊണ്ട് മാത്രമല്ലേ അമ്മേ ഞങ്ങൾക്ക് ഈ പ്രഭാവങ്ങൾ ഉണ്ടായത്. ബ്രഹ്മദേവൻ അമ്മ നൽകിയ ശക്തി കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത്. സ്ഥിതി നിലനിർത്തുന്നത് ഈ ഉള്ള ദാസന് അമ്മ നൽകിയ ശക്തി കൊണ്ടാണ്. സംഹാരം ഹരൻ ചെയ്യാൻ സാധിക്കുന്നത് അമ്മ നൽകിയ ശക്തി കൊണ്ടാണ്. ഞങ്ങൾ ത്രിമൂർത്തികൾ നിലനിൽക്കുന്നത് ശ്രീമതി രാധാറാണിയുടെ കൃപാകടാക്ഷം കൊണ്ടാണ്. സകലരുടെയും മാതാവായ ഭൂദേവിയല്ലേ ജഗത്തിനെ ഭരിക്കുന്നത്. മറിച്ച് നിന്റെ ആധാര ശക്തിയാണ് അതിന് നിദാനമായിട്ടുള്ളത്. സൂര്യൻ പ്രജ്വലത്താകുന്നത് നിന്റെ പ്രഭ കൊണ്ടല്ലമ്മേ. സൂര്യൻ ഇത്രയും പ്രഭാവം. ഇതൊക്കെയാണെങ്കിലും നീ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ബന്ധയല്ലാതെ, ഇതിലൊന്നും ബന്ധിക്കപ്പെട്ടു കിടക്കാതെ നീ ശുദ്ധ സത്വയായി വിളങ്ങുകയും ചെയ്യുന്നു അമ്മേ. ഒന്നിനും നീ അടിമയല്ല. നീ ഒന്നിലും അടിമപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. എല്ലാത്തിൽ നിന്നും നീ സർവസ്വതന്ത്രയാണമ്മേ. നിൻ നാമം എൻ നാമത്തോടു കൂടി നിൽക്കണേ അമ്മേ. ഞങ്ങൾ ത്രിമൂർത്തികൾ നിന്റെ ശക്തിയുടെ പ്രകടനങ്ങൾ മാത്രമാണ്. അമ്മയുടെ ശക്തിയുടെ ഒരു പ്രകടനം മാത്രമാണ് ഞങ്ങൾ ത്രിമൂർത്തികൾ. ജനനമെടുത്തവരാകയാൽ ഞങ്ങൾക്ക് മരണവും നിശ്ചയം തന്നെ അമ്മേ. അപ്പോൾ പിന്നെ ദേവേന്ദ്രൻ അടക്കമുള്ള ദേവതന്മാരും അന്യത്തർ തന്നെയല്ലേ. നിത്യയായി ശാശ്വത മൂലഗന്ധമായുള്ളത് അമ്മേ നീ മാത്രമാണമ്മേ. അമ്മേ, നിന്റെ കാരുണ്യത്തിലാണ് പുരാണ പുരുഷൻ പോലും ആത്മസ്വരൂപത്തെ അറിയുന്നത്. നീ ആത്മാവബോധം നൽകിയിരുന്നില്ല എങ്കിൽ താൻ വിഭുവാണ്, ഈശ്വരനാണ്, അനാദിയാണ്, അനീഹനാണ്, സർവഭൂതങ്ങളുടെയും നിദാനമാണ് എന്ന തത്യാദി തമോ ബുദ്ധികളാൽ അദ്ദേഹം അകപ്പെടുമായിരുന്നു. വിദ്വാന്റെ വിദ്യ, ബലവാന്റെ ബലം, കീർത്തിമാന്റെ കീർത്തി, മനുഷ്യന്റെ മുക്തി, കാന്തി, ശ്രീത്വം, തുഷ്ടി, വൈരാഗ്യം എന്നു വേണ്ട സകല പ്രഭാവങ്ങളും ശ്രീമതി രാധാറാണി തന്നെ. വേദങ്ങളിലെ ഗായത്രിയായും സഗുണയായും നിർഗുണയായും സ്വാഹയായും ശിവയായും പ്രണവാവതാരയായും നിലകൊള്ളുന്നത് നീ തന്നെ അമ്മേ. അമരപൂർജന്മാരുടെ മുക്തിക്കായി നീയാണ് വേദശാസ്ത്രാദികളെ നീ തന്നെ അമ്മയെ ഉണ്ടാക്കിയത്. ആ വേദശാസ്ത്രങ്ങൾ എന്നിലൂടെ ബ്രഹ്മദേവന് ഞാൻ നൽകിക്കഴിഞ്ഞു അമ്മേ. ഇതും നിന്റെ ഇച്ഛ തന്നെ. കടലിലെ അലകൾ പോലെ ആത്യന്തഹീനയായിരിക്കുന്ന ചിന്മയ വസ്തുവിന്റെ അംശങ്ങൾ എങ്ങും ജീവസ്വരൂപമായി നിറഞ്ഞിരിക്കുന്നു അമ്മേ. ജീവഭാവം പൂണ്ട അവയ്ക്ക് മോക്ഷമാർഗമായാണ് അമ്മേ നീ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതും നിന്റെ ലീല തന്നെ. അവിടുന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം നിദാനമെന്ന രഹസ്യം ജീവൻ അറിയുന്ന നിമിഷം അവിടുന്ന് ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നു. വേദിയിൽ നടിക്കുന്നവൻ വേഷം മാറി വിരമിക്കുന്നത് പോലെ നീയും സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്ത് നീയും പിൻവാങ്ങുന്നു അമ്മേ. ഈ മോഹ വിഷയക്കടലിൽ നിന്ന് കര കയറ്റാൻ അമ്മേ നിന്നെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു. ദുഃഖം, കാമം, ക്രോധം, ലോഭം എന്നിവയാൽ നിറഞ്ഞ യാതൊരു പ്രയോജനവുമില്ലാത്ത ഈ സംസാരത്തിൽ നിന്നും ശ്രീമതി രാധാറാണി എന്നെ രക്ഷിച്ചാലും അമ്മ തന്നെ സർവവും. മഹാവിദ്യയും പരമശിവയും സർവാർത്ഥ സാധികയുമായിരിക്കുന്ന അമ്മയുടെ കാലടികളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. ജ്ഞാനത്തിന്റെ അനുഗ്രഹം, ആ പ്രകാശം എന്നിൽ ചൊരിഞ്ഞാലും അമ്മേ.
എല്ലാം അമ്മ തന്നെ. ശ്രീ രാധാറാണി എന്നാൽ സകലതിൻ്റെയും തത്വമാണ്, പരമമാണ്, സത്യമാണ്. ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകാൻ അമ്മയ്ക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും അമ്മേ? മഹാവിദ്യയായിരിക്കുന്ന, പരമശിവയായിരിക്കുന്ന, ലക്ഷ്മിയായിരിക്കുന്ന, സർവാർത്ഥ സാധികയായിരിക്കുന്ന ആ ജ്ഞാനാംബികയെ മാറ്റി നിർത്തിയാൽ മറ്റൊന്നുമില്ലമ്മേ. അമ്മ തന്നെ അമ്മയെ സർവവും. അമ്മയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ പാദ നമസ്കാരം അമ്മേ. ഈ സംസാരക്കടലിൽ നിന്നും അമ്മ തന്നെ. അപ്പം ശരി, 1:30 മണി. എല്ലാവരും പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി റെസ്റ്റ് ചെയ്യാം. ഞാനും കുറച്ച് ജോലിയുണ്ട്, പോട്ടെ. പോയി വന്നിട്ട് വൈകിട്ട് നമുക്ക് കാണാം. ഓക്കെ, മെസ്സേജുകൾ ഇടുക കഴിയുന്നതും. ഞാൻ മെസ്സേജിന് കുറച്ച് ഒരാഴ്ച സമയമെടുക്കും എല്ലാ മെസ്സേജും നോക്കി റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്. മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. ശ്രീമതി രാധാറാണി ആരാന്നുള്ളത് ഭഗവതിയുടെ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമുക്ക് മനസ്സിലായി. അതെ, രാധാറാണി അമ്മേ ശരണം, ഇനി വിട്ടുകൊടുക്കൂല. അതൊക്കെ പറ്റും സതി മാതാജി, ധൈര്യമായിട്ടിരിക്കും കേട്ടോ. മെസ്സേജൊക്കെ നോക്കാം. അപ്പം ഇത്രയും നേരം ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കണം, അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് നോക്കി നടക്കില്ല. ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം എനിക്ക് ഭഗവാന്റെ കുറച്ച് കാര്യങ്ങളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും മഞ്ജരീസിലേക്ക് മെസ്സേജ് അയച്ചു വയ്ക്കുക. ഓക്കെ, മെല്ലെ 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 നോക്കിക്കോളാം. ഓമനാമ ദോഹയിലെത്തിയല്ലേ, ഇനി അമേരിക്കയിൽ നിന്ന് വരികയാണ് ഓമനാമ. ദോഹയിലെത്തി. ഈവനിങ് ക്ലാസ് ഉണ്ട് 8:30 മണിക്ക് കേട്ടോ. ഹരേ കൃഷ്ണ, കാണാം.